ஆண்டவருடைய பரிசுத்த நாமத்துக்கு மகிமை உண்டாவதாக. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം. இந்த சுவிசேஷ கூட்டத்திற்கு முதலாவது நாள் வந்த உங்கள் யாவரையும் கர்த்தராகிய இயேசு கிறிஸ்துவின் நாமத்தினாலே நான் உங்களை வரவேற்கிறேன். ഈ സുവിശേഷ യോഗത്തിന്റെ പ്രാരംഭ രാത്രിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാ പാസ്റ്റേഴ്സ്, എല്ലാ സിസ്റ്റേഴ്സ് மற்றும் எல்லா விசுவாசிகள் மற்றும் புதிதாக வந்திருக்கிற உங்கள் யாவருக்கும் என்னுடைய வாழ்த்துக்களை நான் உங்களுக்கு தெரிவிக்கிறேன். എല്ലാ പാസ്റ്റേഴ്സിനും എല്ലാ സിസ്റ്റേഴ്സിനും എല്ലാ വിശ്വാസികൾക്കും പുതുതായി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. விசேஷமா இன்றைக்கு நான் பார்க்க போனா இது சுவிசேஷ கூட்டமா இல்லாம ஒரு கன்வென்ஷன் கூட்டமாகவே வச்சிருக்கலாமோன்னு நினைக்கிறேன் நான். കൺവെൻഷൻ പോലെ ആയിരിച്ചു. വിശേഷിച്ച് ഇതൊരു സുവിശേഷ കൂട്ടമായിട്ട് ക്രമീകരിച്ചുവെങ്കിലും ഇത് കൺവെൻഷനായിട്ട് നടത്തണമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ്. കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു വന്നപ്പോൾ ഇതൊരു കൺവെൻഷൻ പോലെ ആയിരിക്കുകയാണ്. നമ്മ ചെറിയ കാര്യമാ നിனைப்போம், നമ്മുടെ ആണ്ടവർ പെരിയ കാര്യങ്ങളെ ഏർപ്പെടുത്തുക. നാം ചെറുതായി കാര്യങ്ങൾ ആലോചിക്കുന്നു, പക്ഷേ സകലവും കർത്താവ് നമുക്ക് വലുതാക്കി തരുന്ന ദൈവമാണ്. നാം ഒരു പെരിയ കൂട്ടമല്ല, ഒരു ചെറിയ കൂട്ടം. ஆனால் நம்முடைய இந்த கூட்டத்தில் நம்முடைய கர்த்தர் பெரியவராக இருக்கிறார். നാം ഒരു വലിയ കൂട്ടമല്ല, നാം ചെറിയ കൂട്ടമാണ്, പക്ഷേ നമ്മുടെ കർത്താവ് വലിയവനായി നമ്മുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ பெரிய காரியங்களை செய்கிறார். കർത്താവ് നമ്മുടെ മധ്യേ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. கூட்டம் நடக்கிறது என்று சொன்ன உடனே பல இடங்களிலே கர்த்தருடைய பிள்ளைகள் கூடி நீங்கள் ஜெபித்தது, இந்த கன்வென்ஷன் கிரவுண்ட்ல வந்து நீங்கள் உத்தரவாதத்தோடு கூட இருந்து ஒவ்வொரு வேலைகளை செய்ததெல்லாம் நினைக்கும் போது நான் உங்களுக்கு കർത്തരുടെ സമൂഹത്തിൽ നന്ദിയുള്ളവനാக இருக்கிறேன். ഇങ്ങനെ ഒരു കൂട്ടം ക്രമീകരിച്ചപ്പോൾ മുതൽ തന്നെ ഈ കൂട്ടത്തിന് വേണ്ടി വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് ദൈവജനം ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അതുപോലെ കൺവെൻഷൻ ഗ്രൗണ്ടിൽ കടന്നു വന്ന ഇതിന്റെ ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾക്ക് വേണ്ടി നിങ്ങളൊക്കെ ഒത്തിരി അധ്വാനിച്ചതിനെ ഓർത്ത് ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നടന്നതാണ് இந்த കൺവെൻഷനുக்குரிய ആയത്തமான കൂട്ടങ്ങൾ പല ഇടങ്ങളിൽ നടന്നത്. ഈ സുവിശേഷ യോഗത്തിന് മുന്നോടിയായി ഒരുക്ക കൂട്ടങ്ങൾ, യോഗങ്ങൾ, പ്രാർത്ഥനകൾ വിവിധ ഇടങ്ങളിൽ നടന്നു. പാമ്പാടിയിൽ നടന്നു, പത്തനംതിട്ടയിൽ നടന്നു, തൃക്കണ്ണമംഗൽ എല്ലാം നടന്നത്. എല്ലാ ഇടങ്ങളിലും ഒരുക്ക യോഗങ്ങൾ നടന്നു. നടന്ന കൂട്ടങ്ങൾക്കുரிய എല്ലാ വീഡിയോസ്, அதுக்குரிய ഫോട്ടോ, அதுக்குரியதெல்லாம் பாஸ்டர் ஆஷிஷ், பாஸ்டர் ராபின் எனக்கு அனுப்பி வச்சுக்கிட்டே இருப்பாங்க. ഈ നടന്ന മീറ്റിങ്ങുകളെ കുറിച്ചുള്ള വിവരങ്ങൾ, ഫോട്ടോസ്, മറ്റു കാര്യങ്ങളൊക്കെ പാസ്റ്റർ ആശിഷ്, പാസ്റ്റർ റോബിൻ എന്നിവർ എനിക്ക് അയച്ചു തന്ന് എന്നെ വിവരങ്ങൾ ധരിപ്പിച്ചു കൊണ്ടിരുന്നു. நான் ரொம்ப ஆச்சரியப்பட்டு போனேன். ഞാൻ വളരെ അതിശയിച്ചു പോയി. இப்படிப்பட்ட ஒரு கூட்டம் பட்டாபுரம் சென்னையில இல்லையேன்னு சொல்லி நினைச்சேன். ഇങ്ങനെയുള്ള ഒരു കൂട്ടം ചെന്നൈയിൽ പട്ടാഭിരാമിൽ ഇല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. സാധാരണമാ 3 നാൾ സായങ്കാല കൂട്ടത്തിക്ക് ഇவ்வளோ ഉത്സാഹമാ വന്ന് ചെയ്യുறாங்களே എല്ലാവരും. 3 ദിവസം മാത്രമുള്ള ഒരു സാധാരണ ചെറിയ കൂട്ടത്തിന് ഇത്ര ഉത്സാഹത്തോടെ നിങ്ങൾ വന്ന് അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവല്ലോ. நான் அப்படி நினைக்கிறேன். ஆனா நீங்க ஒரு பெரிய ஒரு கூட்டமாக, பெரிய ஒரு கன்வென்ஷனாக நினைத்து இந்த காரியங்களை உற்சாகமா செய்ததுக்கு நான் கர்த்தருக்கு உங்கள் கர்த்தருடைய നാമത്തിനാല കർത്തരെ ഞാൻ ഉങ്ങൾ നിമിത്തമായി മഹിമപ്പെടുത്തുகிறேன். ഞാനൊരു ലളിതമായ ചെറിയ കാര്യമായി വിചാരിച്ചുവെങ്കിലും നിങ്ങളെല്ലാവരും ഇത് വലിയ കാര്യമായി ഏറ്റെടുത്ത് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രയത്നങ്ങളെ ഓർത്ത് കർത്താവിന് ഞാൻ നന്ദി കരയേറ്റുകയാണ്. கடந்த 10 நாட்களாக நான் இலங்கை பகுதியில் சிலான்ல பல இடங்களிலே சென்று கர்த்தருடைய ஊழியத்தை தொடர்ந்து ஒரு நாளைக்கு 2 கூட்டங்கள் 3 கூட்டங்கள். കഴിഞ്ഞ 10 ദിവസങ്ങളോളമായി ഞാൻ ശ്രീലങ്കയിൽ സിലോണിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരുന്നു. തിരക്കിട്ട ശുശ്രൂഷകളായിരുന്നു. ഒരു ദിവസം 2ഉം 3ഉം മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കേണ്ട സാഹചര്യമുണ്ടായി. ഒരേ ഒരു ഇടത്തിലதான் அங்க சிங்கள டிரான்ஸ்லேஷன் இருந்துச்சு. ഒരേ ഒരു മീറ്റിംഗിൽ മാത്രമാണ് സിംഹള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തേണ്ട ആവശ്യം വന്നത്. എല്ലാ ഇടങ്ങളിലും തമിഴിൽ தான் நான் பிரசங்கம் பண்ணி கொண்டு வந்தேன். മറ്റെല്ലാ യോഗങ്ങളിലും കൂട്ടങ്ങളിലും തമിഴിൽ തന്നെയാണ് ഞാൻ പ്രസംഗിച്ചത്. അവர்கள் മൈക്ക് കൊടുത്തിട്ട് 2 മണി നേരം പ്രസംഗം பண்ணணும், 2.5 മണി നേരം പ്രസംഗം பண்ணணும். അവർ മൈക്ക് എൻ്റെ കയ്യിൽ തന്നിട്ട് പറയുന്നു, തുടർന്നുള്ള 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ പ്രസംഗിക്കണം. 10 മണിക്ക് കൊടുത്തിട്ട് പാസ്റ്റർ 12:30ക്ക് முடிச்சா போதும் அப்படி. 10 മണിയാകുമ്പോൾ മൈക്ക് എൻ്റെ കയ്യിൽ തരും, പാസ്റ്റർ 12:30 വരെയാണ് യോഗം എന്ന് പറയും. தாமஸ் குட்டியை தான் நினைப்பேன். அப்பப்போ ഞാനപ്പോൾ പാസ്റ്റർ തോമസ് കുട്ടിയെ ഓർക്കും. அவர் தான் நினைப்பேன். அவருக்குள்ள இவ்வளவு பலன் இருந்துச்சுன்னா என்ன, அதை காட்டி நான் குறைஞ்சா என்னை காட்டில அவர் பிராயம் உள்ளவர், அவருக்குள்ள இருக்குன்னா நான் இருக்க கூட அப்பப்போ நினைச்சு அவரையும் ஸ்ரீலங்கால எல்லாம் சொன்னேன். இப்படி எங்களுடைய பாஸ்டர் ஒருத்தர் உண்டு, பிடியரிசி பலன் இருந்துச்சு, അതുപോലെதான் எனக்கு ഒരു ബലൻ இருக்குது. ഞാനിവിടെ പാസ്റ്റർ തോമസ് കുട്ടി അവരെ കുറിച്ച് ഓർത്തു, അദ്ദേഹത്തെ അവിടെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഞാൻ വിചാരിച്ചു എന്നേക്കാൾ പ്രായമുള്ള ദൈവദാസനാണ്, എന്നിരുന്നാലും എന്നേക്കാൾ ബലത്തോടെ പ്രവർത്തിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. ഞാൻ അവിടെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പാസ്റ്ററുണ്ട്, പിടിയരിയുടെ ബലത്തോടെ പ്രസംഗിക്കുന്ന, ശുശ്രൂഷിക്കുന്ന ഒരു അഭിഷക്തൻ. കൂട്ടങ്ങളെല്ലാം ആശീർവദിത്താർ. ആ കൂട്ടങ്ങളെയൊക്കെ കർത്താവ് അനുഗ്രഹിച്ചു നടത്തി. ബുധൻകിഴമ ഇറങ്ങി ഉടനെ ഞാൻ പുറപ്പെട്ട് ബുധൻകിഴമയെ
புறப்பட்டு இங்கே வருவதற்கு கர்த்தர் உதவி செய்தார். ബുധനാഴ്ച രാവിലെയാണ് ഞാൻ ചെന്നൈയിലെത്തിയത്. അന്ന് തന്നെ യാത്ര തിരിച്ച് ഇവിടേക്ക് പത്തനംതിട്ടയിലേക്ക് എത്തിച്ചേർന്നു. സിലോണിൽ ഞാൻ ജപിക്കും പോതെല്ലാം അതുதான் ജപിത്തും കൊണ്ടേ ഇരുന്നത്. ശ്രീലങ്കയിലായിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഒരേ ഒരു കാര്യമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. பரிசுத்தவான்கள் ஸ்ரீலங்கால இருந்து சிலான்ல இருந்து தான் இந்தியாவில் சிலான் பெண்டிகாஷல் மிஷனை ஸ்தாபித்தார்கள். കർത്താവേ, വിശുദ്ധന്മാർ ശ്രീലങ്കയിൽ നിന്ന് സിലോണിൽ നിന്ന് കടന്നു വന്നാണ് ഇന്ത്യയിൽ സിലോൺ പെന്തക്കോസ്ത് മിഷൻ വേല ആരംഭിച്ചത്. இப்போ ஏதோ ஒரு நோக்கத்தில் தான் நீர் என்னை இந்த இடத்துக்கு கொண்டு வந்திருக்கிறீர். ദൈവമേ, അവിടുന്ന് ഏതോ ഒരു ഉദ്ദേശത്തോടു കൂടിയാണല്ലോ എന്നെ ഈ സിലോണിൽ കൊണ്ടുവന്നത്. நான் இந்த இடத்துல 10 நாளா கூட்டம் நடத்த வேண்டும் என்று சொல்லி நான் நினைக்கல. ഈ 10 ദിവസങ്ങളിൽ കൂട്ടം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ച് അങ്ങനെ പോയതല്ല. கனடாவில இருந்து வந்த ஸ்ரீலங்கால உள்ள கூட்டம் தான் நீங்கள் எப்படியாவது அந்த 10 நாள் எங்களுக்கு இந்த பகுதியில தீவுகள் எல்லா இடங்களிலும் நீங்கள் சுவிசேஷம் அறிவிக்க வேண்டும் என்று ஆயத்தப்படுத்தி வைத்திருந்தார்கள். കാനഡയിൽ നിന്ന് കടന്നു വന്ന ഒരു ബ്രദർ കുടുംബമാണ് അങ്ങനെ ഒരു മീറ്റിംഗുകൾ ക്രമീകരിച്ച് ശ്രീലങ്കയിൽ അങ്ങ് കടന്നു വന്ന് ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചത്. எனக்கு நல்ல விசுவாசம் இருக்கிறது. എനിക്കൊരു നല്ല വിശ്വാസമുണ്ട്. இந்த ஸ்ரீலங்காவில் உள்ள சிலான் பெண்டிகாஷல் மிஷனுடைய அபிஷேகம் இந்த இடத்துல கிரியை செய்ய முடியாததான் கர்த்தர் என்னை அந்த இடத்துக்கு கொண்டு போனார். ശ്രീലങ്കയിലുള്ള സിലോൺ പെന്തക്കോസ്ത് മിഷന്റെ അഭിഷേകവും ശക്തിയും ശുശ്രൂഷയും ഈ സിലോൺ പെന്തക്കോസ്ത് മിഷനിൽ വെളിപ്പെടുത്തേണ്ടതിനാണ് കർത്താവിനെ അവിടേക്ക് കൊണ്ടുപോയത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ஒவ்வொரு இடங்களிலும் ஜனங்கள் ஒரு எதிர்பார்ப்போடு தான் கடந்து வருகிறார்கள். ഓരോ സ്ഥലങ്ങളിലും ഒരു വലിയ പ്രതീക്ഷയോടെയാണ് ജനം കടന്നു വന്നത്. തങ്ങൾക്ക് വിടുതല വേണം, തങ്ങൾക്ക് വിടുതൽ വേണം, തങ്ങൾക്ക് സുഖം വേണം, തങ്ങൾക്ക് രോഗസൗഖ്യം വേണം, പിശാചിൻ പിടിയിലിருந்து വിടുതല വേണം, പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുതൽ വേണം. തങ്ങളുടെ കുടുംബം ഉടஞ்சிருக்குது, அந்த കുടുംബം ഒന്നാக சேர வேண்டும். ചിലരുടെ കുടുംബ ബന്ധങ്ങൾ തകർന്നിരിക്കുന്നു, ആ കുടുംബത്തിൽ ഒരു ഐക്യം വേണം. രണ്ട് കൂട്ടത്താർ இருக்கிறாங்க. രണ്ട് കൂട്ട ആളുകളുണ്ട്. ഒരു കൂട്ടത്താർ ദൈവത്തിടത്തിലിருந்து ഏதாவது ഒരു എതിർபார்ப்போடு കടന്നു വരുகிறாർ. ഒരു കൂട്ടക്കാർ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് കടന്നു വരുന്നു. ஆனால் இன்னொரு കൂട്ടത്താർ இருக்கிறார்கள். ഇനി മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട്. അവர்கள் இந்த பூமியிലുള്ള കാര്യങ്ങളല്ല, അവർ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഭൂമിയിലുള്ള வாழ்க்கை கொஞ்ச காலம் മാത്രമേ, ഈ ഭൂമിയിലെ ജീവിതം അല്പകാലം മാത്രമാണ്. ஆனால் ഇവர்களுடைய നம்பிக்கை എല്ലാം நாங்கள் ഒരു ഇളപ്പാറുதலுக்குரிய இடத்துக்குள்ளே நாங்கள் பிரவேசிக்க வேண்டும். പക്ഷേ ഈ പ്രത്യേക ഗ്രൂപ്പിലുള്ളവരുടെ ആഗ്രഹവും പ്രത്യാശയും എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു വിശ്രാമ സ്ഥലത്തേക്ക് പോകേണ്ടവരാണ്. കാലങ്ങളായി മറയ്ക്കപ്പെട്ട രഹസ്യം இந்த அப்போஸ்தல தீர்க்கதரிசிகள் மூலமாக வெளிப்படுத்தப்பட்டிருக்கிறது. മുൻകാലങ്ങളിൽ മറഞ്ഞിരുന്ന ഈ മർമ്മം സഭയിൽ അപ്പോസ്തലന്മാർ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. தேவனுடைய இருதயத்தில் மறைந்திருந்த ரகசியம் என்ன? ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന ആ മർമ്മം എന്താണ്? പൂർവ കാലം മുതൽ ദൈവത്തിന്റെ ഇരുദയത്തിൽ മറഞ്ഞിരുന്നത് என்ன? പൂർവകാലം മുതൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന ആ രഹസ്യം എന്താണ്? മനുഷ്യൻ ഉണ്ടാക്കപ്പെടുവதற்கு മുൻപതാகவே അവനുடைய தேவனுடைய ഇരുദയത്തിൽ മറഞ്ഞിരുന്ന കാര്യം என்ன? മനുഷ്യന്റെ സൃഷ്ടിക്ക് മുന്നമേ ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന ആ മർമ്മം എന്താണ്? മനുഷ്യനെ നമ്മുടെ സായലാக ഉണ്ടാக்க வேண்டும். മനുഷ്യനെ നാം നമ്മുടെ സാദൃശ്യത്തിൽ ഉണ്ടാക്കണം. அந்த மனுஷனை தன்னோடு கூட வைத்துக் கொள்ள வேண்டும். ഈ മനുഷ്യനെ താൻ തന്നോട് കൂടെ വെക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. நான் ഉണ്ടാക്കി வைத்திருக்கிற அந்த இடத்தில் இந்த மனுஷன் இருக்க வேண்டும். ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഇടത്ത് ഈ മനുഷ്യനും വസിക്കണം. യേശു இந்த பூமிக்கு வந்தது ஏதோ சுகத்தையும் விடுதலையும் தருவதற்காக மாத்திரம் என்று യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഏതോ രോഗസൗഖ്യം മാത്രം നിങ്ങൾക്ക് തരുവാനല്ല. യേശു இந்த பூமிக்கு வந்தது நமக்கு ஒரு நித்தியத்தை ஸ்தாபிக்கும்படியாக. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നമ്മെ ഒരു നിത്യതയിലേക്ക് കൊണ്ടുപോകുവാനാണ്. യേശു சொன்ன சுவிசேஷங்கள்ல அதிகமான வார்த்தைகள் பரலோக ராஜ்யத்தை பற்றி தான் യേശു പ്രസംഗം பண்ணினார். യേശു സംസാരിച്ച സുവിശേഷങ്ങൾ അവന്റെ പ്രസംഗങ്ങളൊക്കെ സ്വർഗ്ഗരാജ്യത്തെ കുറിച്ചായിരുന്നു. பரலோக ராஜ்யம் எப்படிப்பட்டது என்று சொல்லி கொடுத்தார். സ്വർഗ്ഗരാജ്യം എപ്രകാരം എന്ന് അവൻ പഠിപ്പിച്ചു. அந்த பரலோக ராஜ்யத்தை காண்பவர்கள் யார்? ഈ സ്വർഗ്ഗരാജ്യം കാണുന്നവർ ആരാണ്? அந்த பரலோக ராஜ்யத்துக்குள் பிரவேசிக்கிறவர்கள் ഈ யார்? സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ആർക്ക് സാധ്യം? பரலோக ராஜ்யத்தில் பெரியவர்கள் யார்? ഈ സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണ്? அந்த பரலோக ராஜ்யத்தில் சிறியவர்கள் யார்? ഈ സ്വർഗ്ഗരാജ്യത്തിൽ ചെറിയവർ ആരാണ്? பரலோக ராஜ்யத்தை சொந்தமாக்கி கொள்ளுகிறவர்கள் யார்? ഈ സ്വർഗ്ഗരാജ്യത്തെ ആരാണ് കൈവശമാക്കുവാൻ പോകുന്നത്? യേശു പരലോക രാജ്യത്തെ പറ്റി தான் அதிகமான പ്രസംഗങ്ങൾ பண்ணினார். ഇപ്രകാരം വിവിധങ്ങളായ സ്വർഗ്ഗരാജ്യത്തിന്റെ മർമ്മങ്ങളാണ് കർത്താവായ യേശുക്രിസ്തു പ്രസംഗിച്ചത്. സുവിശേഷം என்பது, സുവിശേഷം എന്നതോ സമുദ്രത്തിൽ വലയെ പോട്ട് സകല മീനുകളെയും വാരിക്കൊള്ളുகிறது. സമുദ്രത്തിൽ ഒരു വലയിട്ട് സകല മീനുകളെയും പിടിക്കുന്ന ഒരു വലയോട് സമമാണ്. എല്ലാരെയും ചേർത്തുകൊള്ളും. ഈ സുവിശേഷം സകലരെയും ചേർക്കും, അടുപ്പിക്കും. ஆனால் உட்கார்ந்து
நல்லவைகள் கூடைகளை கொண்டு வந்து சேர்க்கப்படுகிறது. പക്ഷേ ഇതിൽ നിന്ന് നല്ലതിനെ മാത്രമാണ് കൂടയിലേക്ക് ശേഖരിക്കപ്പെടുന്നത്. நான் எங்கே இருக்கிறேனோ அங்கே என்னுடையவர்களை கொண்டு வந்து சேர்ப்பேன். ഞാൻ എവിടെ ആയിരിക്കുന്നുവോ അവിടെ ഞാൻ എനിക്കുള്ളവയെ കൊണ്ടുവരുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. அதுதான் யோவான் சுவிசேஷம் 14 அதிகாரம் 1-2 യേശു சொன்னார். അത് തന്നെയാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 1-2 വചനങ്ങളിൽ കർത്താവ് അരുളി ചെയ്യുന്നത്. അത്ഭുത അടയാളങ്ങളെ ചെയ്യக்கூடிய വിശ്വാസത്തെ പറ്റി യേശു ചൊല്ലി കൊടുക്കവിல்லை. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന വിശ്വാസത്തെ കുറിച്ച് കർത്താവ് അധികം സംസാരിച്ചിട്ടില്ല. ഒരു കൂട്ടത്താർ அதை எதிர்பார்த்து கொண்டே இயேசுவுக்கு பின்னாடி கடந்து போகிறார். ഒരു കൂട്ടർ ഇത് മാത്രം പ്രതീക്ഷിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം പ്രതീക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുന്നു. യോവാൻ സുവിശേഷം 14 அதிகாரம் 1-2 என்ன வாசிக்கிறோம்? യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 1-2 വചനങ്ങളിൽ നാം എന്താണ് വായിക്കുന്നത്? என்னிடத்தில் விசுவாசமாயிருங்கள், ദൈവത്തിൽ വിശ്വസിപ്പീൻ, என்னிடத்தில் விசுவாசமாயிருங்கள், എന്നിലും വിശ്വസിപ്പീൻ. என்னுடைய பிதாவின் வீட்டில் அநேக வாசஸ்தலங்கள் உண்டு. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. நான் உங்களுக்கு ஒரு ஸ்தலத்தை ஆயத்தம் பண்ணும்படியா ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. அதுதான் அதன் மேல உள்ள விசுவாசம். ആ സ്ഥലത്തിന്മേലുള്ള അതിനെക്കുറിച്ചുള്ള പ്രത്യാശ. വിശ്വാസമായിരുங்கள், നിങ്ങൾ പ്രത്യാശയോടെ വിശ്വാസമായിരിക്കുക. സുഖം തരുവാർ വിശ്വാസി. കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അനുപ്പി വയ്പ്പാർ, വിശ്വാസമായിരുங்க. കർത്താവ് നിങ്ങളെ വിദേശത്ത് അയക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. മാളിക കെട്ട ചെയ്യുവാർ, നീ വലിയ മാളിക മണിമാളിക പണിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. വാഹനം തരുവാർ, വിശ്വാസമായിരുங்க. നല്ല വാഹനം നിനക്ക് ലഭിക്കുവാൻ പോകുന്നു. യേശു ചൊല്ലല്ലേ, ഇങ്ങനെ ഒന്നുമല്ല കർത്താവ് അവരോട് പറഞ്ഞത്. വിശ്വാസം എന്നവാ இருக்க வேண்டும். നിങ്ങൾ വിശ്വസിക്കണം. എന്തിലാണ് നിങ്ങൾ വിശ്വാസം വെക്കേണ്ടത്? ഉங்களுக்காக ഒരു സ്ഥലം ആയത്തമാക്കപ്പെട്ടിരിക്കുന്നു. വേണ്ടി ഒരു സ്ഥലം ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു அந்த സ്ഥലത്തെ വീട്ടെ ആയത്തപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈ സ്ഥലം നമുക്ക് വേണ്ടി ഒരുക്കുന്നു. തോമസ് കുട്ടി 7 കാര്യങ്ങളെ சொன்னார் அந்த வார்த்தையில். പാസ്റ്റർ തോമസ് കുട്ടി 7 കാര്യങ്ങൾ, യേശു ഉള്ള സ്ഥലത്തെ 7 കാര്യങ്ങൾ. വർഷിപ്പ് നേരത്തിൽ, ആരാധന നേരത്തിൽ அந்த 7 தான் சிந்திச்சுக்கிட்டே இருந்தேன். ആരാധനയുടെ സമയത്ത് ഞാനും ഈ 7 എന്ന സംഖ്യയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. 7 നാൾ, 7வது நாள் இளைப்பாறுதலின் நாள், 7ാം നാൾ വിശ്രമത്തിന്റെ നാൾ. 7ங்கிறது ஒரு பூரணத்துக்குரிய 7 എന്നത് പൂർണ്ണതയെ കാണിക്കുന്ന സംഖ്യയാണ്. 7 മുறை അവர்கள் சுற்றி வந்தார்கள், கோட்டைகள் தகர்க்கப்பட்டது. യെരിഹോ കോട്ടയ്ക്ക് ചുറ്റും ദൈവത്തിന്റെ ജനം 7 തവണയാണ് ചുറ്റി നടന്നത്. 7ാം തവണയാണ് ഈ കോട്ട തകർക്കപ്പെട്ടത്. കാലത്തിൽ 7 എക്കാലങ്ങൾ ஊதப்படுகிறது. അവസാന കാലങ്ങളിൽ 7 കാഹളങ്ങൾ ധ്വനിക്കപ്പെടുവാൻ പോകുന്നു. 7 സഭകൾ ഉണ്ട്, 7 സഭകളുണ്ട്. 7 പുൻകുത്തു വിളക്ക്, 7 അകൽകൾ മുറ്റമുണ്ട്. ആ പൊൻ നിലവിളക്കുകൾ, 7 വിളക്കുകളുണ്ട്. இப்படியெல்லாம் 7 സഭയിൽ சொல்லப்பட்டு கொண்டே இருக்கிறது. ഇങ്ങനെ 7 എന്ന സംഖ്യ ദൈവത്തിന്റെ വചനത്തിൽ ഉടനീളം നാം പ്രാധാന്യതയോടെ കാണുന്നു. அப்போ அந்த வீட்டை பற்றியுள்ள விசுவாசம் நமக்குள்ள உண்டாக வேண்டுமானால் நீங்கள் நீதிமொழிகளுடைய புத்தகம் 9ஆம் அதிகாரத்தில் 7 தூண்களை பற்றி தான் நான் தியானித்துக் கொண்டே. അപ്പോൾ ഈ വീടിനെ കുറിച്ചുള്ള വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ ഉരുവാകണമെങ്കിൽ സദൃശ്യവാക്യം 7ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 9ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 7 തൂണുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. அந்த நீங்கள் நீதிமொழிகள் 9ஆம் அதிகாரம் முதல் 5 வசனம். സദൃശ്യവാക്യം 9ാം അധ്യായം ആദ്യത്തെ 5 വചനങ്ങൾ വായിക്കാം. அந்த ஒரு ஆள் சத்தமா வாசிங்க. ആരെങ്കിലും ഒരാൾ മൈക്കിലൂടെ ശബ്ദമായി വായിക്കാം. ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു, അതിന് 7 തൂൺ തീർത്തു. അവൾ മൃഗങ്ങളെ അറുത്തു, വീഞ്ഞു കലക്കി തന്റെ മേശ ചമയിച്ചും ഇരിക്കുന്നു. അവൾ തന്റെ ദാസികളെ അയച്ചു, പട്ടണത്തിലെ മേടകളിൽ നിന്ന് വിളിച്ചു പറയിക്കുന്നത്, അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോടോ അവൾ പറയിക്കുന്നത്, വരുവീൻ, എന്റെ അപ്പം തിന്നുകയും ഞാൻ കലക്കിയ വീഞ്ഞു കുടിക്കുകയും ചെയ്യുവീൻ. ബുദ്ധിഹീനത വിട്ട് ജീവിപ്പീൻ, വിവേകത്തിന്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവീൻ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം. இங்கே நீதிமொழியில ஞானி சொல்லுகிற வார்த்தை என்ன? ഇവിടെ സദൃശ്യവാക്യ പുസ്തകത്തിൽ ജ്ഞാനിയായ ശലോമൻ പറയുന്ന വചനങ്ങൾ, ஞானம் தன் வீட்டை கட்டுகிறது. ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു, அது தன் 7 தூண்களை சித்திரந்தீர்க்கிறதா. അതിന് 7 തൂൺ തീർത്തു. നല്ല ഗവനിക്കണം ദേവന്റെ വചനത്തെ. നന്നായി ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ വചനമാണ്. ആഴമായ വാർത്തകൾ മറഞ്ഞിരിക്കുന്നത്. ഈ വചനത്തിൽ ആഴമായ മർമ്മങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ട്. ദേവന്റെ വചനങ്ങൾ ആഴമാണത്.
பொழுது ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങൾ നാം ഗ്രഹിക്കണം. நீங்கள் மாத்திரமல்ல, பல இடங்களில் உள்ளவர்கள் இந்த வார்த்தைகளை தியானித்துக் கொண்டு கேட்டுக்கொண்டிருக்கிறார்கள். നിങ്ങൾ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് അനേകർ ഈ വചനം ഇപ്പോൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. நான் ஸ்ரீலங்கால மட்டக்களப்புங்கிற பட்டிக்குளங்கிற இடத்துல நான் பிரசங்கம் பண்ணி கொண்டிருந்தேன். ഞാൻ ശ്രീലങ്കയിൽ മട്ടിക്കുള എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിച്ചു കൊണ്ടിരുന്നു. அன்னைக்கு ஞாயிற்றுக்கிழமை 2 சபையில கிட்டத்தட்ட 500 இருந்து 700 பேர் உட்கார்ந்திருப்பார்கள். ഞായറാഴ്ച 2 സഭാ ആരാധനയിലായി 500-700-ലധികം ആൾക്കാർ അവിടെ ഇരുന്ന് ആരാധിക്കുന്നു. சில டாக்டர்ஸ் அங்க வந்திருந்தாங்க அந்த கூட்டங்களுக்கு. അവിടെ ആരാധനാ മധ്യേ ചില ഡോക്ടേഴ്സ് കടന്നു വന്നു. அவர்கள் சொல்லுகிறாங்க, ஜனங்கள் வந்து ஒரு விடுதலையை தான் எதிர்பார்க்கிறாங்க, இந்த மாதிரி ஆழமான சத்தியம் இல்லையே பாஸ்டர். അവർ പറയുകയാണ്, ഇപ്പോൾ ജനം വിടുതൽ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്, ഇപ്രകാരമുള്ള ആഴമായ സത്യമാരും പ്രസംഗിക്കുന്നില്ല. உங்கள மாதிரி அப்போஸ்தலர்கள் மூலமா தான் இந்த சுவிசேஷம் வெளிப்படுகிறது. അങ്ങേ പോലെയുള്ള അപ്പോസ്തലന്മാരിൽ കൂടിയാണ് ഇപ്രകാരമുള്ള സുവിശേഷത്തിന്റെ മർമ്മങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. அங்கிருந்து புறப்பட்ட நேரம் முதல் ഞാൻ അങ്ങേ അവിടെ നിന്ന് യാത്ര ചെയ്ത് തിരിച്ചു വരുവാൻ തുടങ്ങിയ സമയം മുതൽ மெசேஜ் அனுப்பிக்கிட்டே இருக்கிறாங்க. അവിടെ നിന്ന് അവർ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. 30 டாக்டர்ஸ் இருந்து மொத்தமா கூடி இருந்து ஜெபிக்கிறோம். അവർ പറയുകയാണ്, ഞങ്ങൾ 30 ഡോക്ടേഴ്സ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട്. எங்களுக்கு சில தேதிகளை கொடுங்க. ഞങ്ങൾക്കും ഞങ്ങളുടെ ഇടയിൽ വന്ന് ശുശ്രൂഷിക്കുവാൻ ചില ഡേറ്റുകൾ ഞങ്ങൾക്ക് തരണം. 3 நாள் 5 நாள் வந்து എங்களுக்கு വേദപാഠം കൊടുங்க. ഏറ്റവും കുറഞ്ഞത് 3 ദിവസമോ 5 ദിവസമോ അങ്ങ് വന്ന് ഞങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കണം. എപ്പോൾ വരുവാൻ കഴിയുമെന്ന് അവർ ചോദിക്കുകയാണ്. കർത്തരുടെ വാർത്തകൾ കേൾക്കக்கூடாத ഒരു കാലം. നോക്കൂ, കർത്താവിന്റെ വചനം പ്രസംഗിക്കപ്പെടുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വിടുതലയോ അത്ഭുതങ്ങളോ ജനങ്ങളെ വഞ്ചിത്ത് ഏമാറ്റി കൊണ്ടുപോകുന്നത്. ജനത്തിന്റെ ഹൃദയത്തെ വഞ്ചിക്കുന്ന നിലവാരത്തിൽ അത്ഭുതമെന്നും വിടുതലെന്നും പറഞ്ഞ് ഉപരിപ്ലവമായ കാര്യങ്ങൾ മാത്രം പ്രസംഗിക്കുന്നു. നമുക്കൊരു നம்பிக்கை இருக்கு பிரியமானவர்களே. നമുക്കൊരു പ്രത്യാശ ലഭിച്ച ദൈവജനമാണ്. அதாவது நம்முடைய ஆத்துமாவை அந்த அகாத பாதாளத்திலிருந்து ஆண்டவர் நம்மை மீட்டு விட்டார். അഗാധ കൂപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ആത്മാക്കളാണ് നാം ഓരോരുത്തരും. சாபத்திலிருந்து பாவத்திலிருந்து மாத்திரமல்ல, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മാത്രമല്ല, കുഴിയിലെ അവിയാതെ அந்த അഗ്നിയിലിருந்து தேவன் நம்மை வெளியே கொண்டு வந்தார். പാപത്തിന്റെ കുഴഞ്ഞ ചെറ്റിൽ നിന്ന്, അഗ്നി നരകത്തിൽ നിന്ന് കർത്താവ് നമ്മെ ഉയർത്തിയിരിക്കുന്നു. നമുക്ക് ഒരു മേന്മயான இடத்தை പറ്റിയുള്ള നம்பிക്കை അവർ തന്നിരിക്കുന്നു. ഒരു വ്യക്തമായ അനുഭവം, ഒരു ഭാവിയെ കുറിച്ചുള്ള പ്രത്യാശ കർത്താവ് തന്നിരിക്കുന്നു. சாலமோன் ஞானி என்ன சொல்லுகிறார்? ശലോമോൻ എന്താണ് പറയുന്നത്? ஞானம் தன் வீட்டை கட்டுகிறது. ജ്ഞാനിയായവൾ തനിക്ക് വീട് പണിതു. அந்த ஞானம் யார்? ഈ ജ്ഞാനിയായവൾ ആരാണ്? ஞானம் யார்? എന്താണ് ഈ ജ്ഞാനം? 1 കൊരിന്ത്യർ 1-31 நீங்கள் വാസിച്ചீர்கள். 1 കൊരിന്ത്യർ 1-31 വാക്യം വായിച്ചാൽ, அவர்தான் ஆண்டவராகிய இயேசு கிறிஸ்து. കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് വെളിപ്പെടുത്തുന്നു. இயேசு கிறிஸ்துவே நமக்கு ஞானமும் நீதியும் பரிசுத்தமும் மீட்புமாய் இருக்கிறார். ഈ യേശു ക്രിസ്തു തന്നെയാണ് നമ്മുടെ ജ്ഞാനം, നമ്മുടെ വീണ്ടെടുപ്പ്, നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ ഉയർപ്പ്. அவர் தான் சொல்லுகிறார், என் பிதாவின் வீட்டில் अनेक വാസസ്ഥലങ്ങൾ ആ കർത്താവാണ് പറയുന്നത്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് എന്ന്. உங்களுக்காக ஒன்றை ஆயத்தம் பண்ண முடியாது. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഒരുക്കുവാൻ വേണ്ടി കർത്താവ് പോയിരിക്കുന്നു. ஞானமாகிய இயேசு நமக்காக வீட்டை கட்டுகிறார். അപ്പോൾ ഈ ജ്ഞാനമായ കർത്താവ് നമുക്ക് വേണ്ടി വീട് പണിതുകൊണ്ടിരിക്കുന്നു. അവരുടെ വീടാക കട്ടി എഴുപ്പി കൊണ്ടുവരുகிறார். നമ്മെയും അവിടുത്തെ ഗ്രഹമായി, ആത്മീക ഗ്രഹമായി പണിതുകൊണ്ടിരിക്കുന്നു. അപ്പോസ്തലനായ പൗൽ എഫേസ്യ സഭയ്ക്ക് ചൊല്ലും പൊഴുது, അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയോട് ഇങ്ങനെ പറയുന്നു, നാം അവരുടെ നഗരமாக இருக்கிறோம். നാം അവന്റെ നഗരമാണ്, പട്ടണമാണ്. നാം അവരുടെ വീടാக இருக்கிறோம். നാം അവന്റെ വീടാണ്, ഗ്രഹമാണ്. നാം അവരുടെ ആലയமாக இருக்கிறோம். നാം അവിടുത്തെ ആലയമാകുന്നു. അവരുടെ വാസസ്ഥലமாக இருக்கிறோம். അവിടുത്തെ വാസസ്ഥലമാണ് നാം. അവരുടെ മാളികയാ இருக்கிறோம். അവന്റെ മാളികയാണ്, കെട്ടിടമാണ് നാം. എഫേസ്യർ 3-2 കടൈസി വചനങ്ങളിൽ നിങ്ങൾ വാസിക്കുമ്പോൾ, ലേഖനം 3-ാം അവസാന വാക്യങ്ങൾ വായിച്ചാൽ, നല്ല ദേവരുടെ വീടാக എന്നെ കട്ടി എഴുപ്പി കൊണ്ടുവരുகிறாർ. ആ കർത്താവ് നമ്മെ ഒരു നഗരമായി കട്ടി പണിതുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീടാക കട്ടി എഴുപ്പുகிறார். തന്റെ ആത്മീക ഗ്രഹമായി നമ്മെ പണിതുകൊണ്ടിരിക്കുന്നു. അവരുടെ വീട് യാർ? അവന്റെ വീട് ആരാണ്? അവരുടെ വീടാക കട്ടപ്പെടുகிறவர்கள் யார்? അവന്റെ വീടായി പണിയപ്പെടുന്നവർ ആരാണ്? இன்னைக்கு இந்த ஆராதனைக்கு, இந்த கன்வென்ஷன், இந்த மீட்டிங்க்கு வந்து கூட்டங்களுக்கு வந்திருக்கிற நீங்கள் அவருடைய வீடா என்பதை நீங்கள் சிந்தித்து பாருங்க. ഇന്ന് ഈ സുവിശേഷ കൂട്ടത്തിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും കർത്താവിന്റെ ഭവനമായി, അവിടുത്തെ ആത്മീക ഗ്രഹമായി പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ചിന്തിക്കുക. 3-6 നിങ്ങൾ വാസിத்து பார்த்தீங்கன்னா, എഫേസ്യ ലേഖനം 3-ാം വാക്യം വായിച്ചാൽ, கிறிஸ்துவோ அவருடைய வீட்டிற்கு மேற்பட்ட குமாரனாக உண்மை உள்ளவரா இருக்கிறார். ജാതികൾ ക്രിസ്തു യേശുവിൽ കൂട്ടവാസികൾ ആയിത്തീരേണ്ടതിന് അവൻ
குமாரன் உண்மை உள்ளவரா இருக்கிறார். 6ஆம் வசனம். இல்ல 6ஆம் வசனம் 3:6 எபிரேயர் 3ஆம் அதிகாரம் 6ஆம் வசனம். എബ്രായ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം. கிறிஸ்துவோ அவருடைய வீட்டிற்கு மேற்பட்ட குமாரனாகிய உண்மை உள்ளவரா இருக்கிறார். കർത്താവായ യേശു ക്രിസ്തുവോ അവിടുന്ന് അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. അപ്പോൾ നാം എപ്പോഴും അവരുടെ വീടാக മാറുகிறோம்? അപ്പോൾ നാം എപ്പോഴാണ് അവന്റെ ഭവനമായി മാറുന്നത്? இடத்துல யார் அவருடைய வீடாக கட்டப்படுகிறார்கள்? ആരാണ് ക്രിസ്തുവിന്റെ വീടായി പണിയപ്പെടുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? രണ്ട് കാര്യം அந்த இடத்துல சொல்லப்பட்டிருக்கிறது. രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. என்ன சொல்லி இருக்குது? എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്പിക്കയിനാൽ ഉണ്ടാകുന്ന ധൈര്യം, പ്രത്യാശയാൽ ഉളവാകുന്ന ഒരു ധൈര്യമുണ്ട്. നമുക്കൊരു ധൈര്യം ഇருக்கு. നമുക്കൊരു ധൈര്യമുണ്ട്. என்ன தைரியம் எப்படி வந்தது? ഈ ധൈര്യം എങ്ങനെയാണ് ഉളവായത്? അവരുടെ രക്തത്തിനാൽ നമുക്ക് முதலாவது ഒരു ധൈര്യം വന്നു. കർത്താവിന്റെ രക്തത്താൽ നമുക്ക് ഒന്നാമത് ലഭിക്കുന്ന ഒരു ധൈര്യമുണ്ട്. യേശുവിന്റെ രക്തത്തിനാൽ ഒരു ധൈര്യം, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ലഭിക്കുന്ന ഒരു ധൈര്യം. ദൈവത്തിന്റെ വചനത്തിനാൽ നമുക്ക് ഒരു ധൈര്യമുണ്ട്. അടുത്തത് കർത്താവിന്റെ വചനത്താൽ നാം പ്രാപിക്കുന്ന ധൈര്യം. ഉള്ളേ പരിശുദ്ധാവിയാണ് இருக்கிறார், അതിൽ നമുക്ക് ഒരു ധൈര്യം. മൂന്ന് ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു, അത് മുഖാന്തരം ഉളവാകുന്ന ഒരു ധൈര്യം. നമുക്ക് நல்லா தெரியும், எகிப்தியர் இஸ்ரவேலர்கள் எகிப்தில் இருந்தார்கள். നമുക്ക് നന്നായിട്ട് അറിയാം, ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ അടിമത്തത്തിലായിരുന്നു. அந்த அடிமைத்தனத்தில் இருக்கும்போது நடந்த சம்பவம் என்ன? ആ അടിമത്തത്തിലായിരുന്നപ്പോൾ നടന്ന സംഭവം എന്താണ്? ജനങ്ങൾ அந்த മുറയിട്ട് കൊണ്ടുதான் அதை വിട്ട് வெளியே வரணும். ഈ ജനം അവിടെ നിന്ന് പുറത്തേക്ക് കടന്നു വരണം. வெளியில வரணும், அதுக்கு என்ன செய்ய? വെളിയിൽ വരണമെങ്കിൽ അവർ എന്ത് ചെയ്യണം? കർത്തർ മോശയെ കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്താർ. യഹോവയായ ദൈവം മോശ മുഖാന്തരം അത്ഭുതങ്ങൾ ആ ദേശത്ത് അയച്ചു. പാർവോൻ വിടുகிறது போல இல்ல. ഫറവോൻ അവരെ വിടുന്ന ലക്ഷണമൊന്നുമില്ല. കടേശിயாக ഒരു സംഭവം നടക്കുന്നത്. ഏറ്റവും അവസാനമായ ഒരു സംഭവം, പസ്കാവെ ആട്ടുകുട്ടിയെ ബലി സെലുത്തുമ്പടിയാണ് ഒരു പെസഹ കുഞ്ഞാടിനെ അറക്കുവാൻ യഹോവയായ ദൈവം അവരോട് കൽപ്പന അരുളി ചെയ്യുന്നു. പസ്കാ ആട്ടുകുട്ടി ബലിയാക്കപ്പെടുகிறது. പെസഹ കുഞ്ഞാട് അറക്കപ്പെടുന്നു. യാത്രാഗമം 12-ാം അധികാരം 3-ാം വചനത്തിൽ വാസിത്താൽ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യം വായിച്ചാൽ ചൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു പസ്കാ ആട്ടുകുട്ടി ബലി സെലുത്ത வேண்டும். ഒരു പെസഹ കുഞ്ഞാടിനെ നിങ്ങൾ അറക്കണം. അത് ഒരു വയது ആട്ടുകുട്ടിയാ இருக்க வேண்டும். ഒരു വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയായിരിക്കണം. ആട്ടുകുട്ടി ഒരു വീട്ടുക്ക് ഒരു ആട്ടുകുട്ടിയാ இருக்க வேண்டும். ഒരു വീടിന് ഒരു കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടിയെ അറക്കണം. சொல்ற வசனத்தெல்லாம் நீங்க மனதில் வைத்துக் கொள்ளுங்க, எழுதி வைத்துக் கொள்ளுங்க. ഈ പറയുന്ന വചനങ്ങൾ, അതിന്റെ റെഫറൻസ് ഒക്കെ നിങ്ങൾ എഴുതി വെക്കുക, ഹൃദയത്തിൽ ഗ്രഹിക്കുക. ചാണ്ടിയപ്പച്ചൻ അടിക്കടി சொல்லுவாங்க. ചാണ്ടിയപ്പച്ചൻ അടിക്കടി പറയുമായിരുന്നു, വചനങ്ങളെ വാസിക്ക വെച്ച് സമയം കളയാതെ നീ ദൈവത്തിന്റെ വാക്ക് പറ அப்படிங்க. ആ വചനം വായിച്ച് സമയം കളയാതെ ദൈവത്തിന്റെ വചനം നീ തന്നെ പറയണമെന്ന് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ ദൈവത്തിന്റെ വാർത്ത என்ன சொல்லிருக்கு? അതുകൊണ്ട് ദൈവത്തിന്റെ വചനം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു വയது ആട്ടുകുട്ടി, ഒരു വയസ്സ് പ്രായമുള്ള ആട്ടുകുട്ടി, ആടല്ല, പെസഹ കുഞ്ഞാട്. വീട്ടുക്ക് ഒരു ആട്ടുകുട്ടി, ഒരു വീടിന് ഒരു കുഞ്ഞാട്, ഒവ്വൊരുത്തർക്കും ഒരു ആട്ടുകുട്ടി, ഓരോരുത്തർക്കും ഓരോ കുഞ്ഞാട്. ശരി, ഒരു വീട്ടിൽ 5 പേർ இருக்கிறாங்கன்னு வைத்துக் கொள்ளுங்க. നോക്കൂ, ഒരു വീട്ടിൽ 5 പേരുണ്ടെന്ന് വിചാരിക്കുക. യാത്രാഗമം 12:3 நீங்க വീട്ടിൽ വാസിച്ചു പാருங்க. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. ആട്ടുകുട്ടി ബലിയാക്കപ്പെടുகிறது. ഒരു കുഞ്ഞാടിനെ യാഗമാക്കുന്നു. ആട്ടുകുട്ടി ഒരു വീട്ടുക്ക് ബലിയാക്കപ്പെടുற ആട്ടുകുട്ടി. ഈ കുഞ്ഞാട് ഒരു വീടിന് വേണ്ടി അറുക്കപ്പെടുന്നു, ബലിയാക്കപ്പെടുന്നു. വീട്ടുക്ക് ഒന്നുതാ, ഒരു വീടിന് ഒന്ന്. ആனா அந்த வீட்ல 5 പേർ இருக்கிறாங்க. പക്ഷേ ആ വീട്ടിൽ 5 പേരുണ്ട്. சொல்லிருக்கு 5 പേർ ഓരോരുത്തരും ഓരോ ആട്ടുകുട്ടി. ദൈവത്തിന്റെ വചനം പറയുന്നു 5 പേര് ഓരോരുത്തരും ഒരു ആട്ടിൻകുട്ടി അറക്കണം. ஆனால் எப்படி வீட்டுக்கு ஒன்னு ஒவ்வொருத்தருக்கு ஒண்ணுனா எப்படி அது ബലിയാക്കപ്പെടുகிறது? അങ്ങനെയെങ്കിൽ വീട്ടിനൊന്ന് 5 പേർക്കും ഓരോന്ന് എന്ന് പറഞ്ഞ കണക്ക് എങ്ങനെ ശരിയാകും? നമ്മ കണക്കിൽ பார்த்து 5 പേർക്ക് 5 ആട്ടുകുട്ടി വേണം. നമ്മുടെ കണക്ക് നോക്കിയാൽ 5 പേർക്ക് 5 കുഞ്ഞാടിനെ ഇറക്കണം. ഒരു ആട്ടുകുട്ടി താ, പക്ഷേ ഒരു ആട്ടിൻകുട്ടി, ഒരു കുഞ്ഞാട്. 5 പേര് சொல்றாங்க. പക്ഷെ 5 പേരും പറയുന്നു ആട്ടുകുട്ടി എങ്ക? ആ, നിന്റെ ആട്ടിൻകുട്ടി എവിടെ? നിന്റെ കുഞ്ഞാട് എവിടെ? എല്ലാരും சொல்றாங்க. എല്ലാരും ചോദിക്കുന്നു, எனக்காக ബലിയിടപ്പെട്ട, ഇത് എനിക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട്. ബലിയിടപ്പെട്ട. ഓരോരുത്തരും പറയുന്നു, ഇത് എനിക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട്. യേശുക്രിസ്തു ഒരുവർ മാത്രമേ താൻ ബലിയാക്കപ്പെട്ട. യേശുക്രിസ്തു ഒരേ ഒരുവനാണ് സകലർക്കും വേണ്ടി അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാട്. അവർ ബലിയാക്കപ്പെട്ട ആട്ടുകുട്ടി, അവൻ യാഗമായി തീർക്കപ്പെട്ട ദൈവ കുഞ്ഞാട്. പരിശുദ്ധ വേദാഗമം എന്ന് சொல்லுகிறது. ദൈവത്തിന്റെ പരിശുദ്ധ വചനം ഇങ്ങനെ പറയുന്നു, യേശു ഒവ്വൊരുവർക്കാகவும் മരണത്തെ രുചി பார்த்தார்.
യേശു ഒരേ ഒരുവൻ മാത്രമേ മരക്കുരിശിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. இஸ்ரவேல் ஜனங்கள் விசுவாசித்தார்கள், ഇസ്രായേൽ ജനം വിശ്വസിച്ചു. அந்த பலியாக்கினார்கள். അവർ ഈ കുഞ്ഞാടിനെ അറുത്തു. மேல் சட்டத்துல அந்த ரத்தத்தை பூசினாங்க. അവർ കട്ടളക്കാലിന്മേൽ ഈ രക്തം പൂശി. ரெண்டு நிலக்காலிகளில் ரத்தத்தை பூசினாங்க. കുറുമ്പടിമേലും അവർ ഈ രക്തം പൂശി. சங்கார தூதன் அது வழியா கடந்து போகிறார். സംഹാരദൂതൻ ആ ദേശത്തെ വീടുകളുടെ മുന്നിലൂടെ യാത്ര ചെയ്തു. பக்கத்துல இருக்கிற வீடுகள் எல்லாம் சத்தம் கேக்குது. അയൽ ഭവനങ്ങളിൽ നിന്നൊക്കെ നിലവിളിയുടെ ശബ്ദം അവർ ஐயோ കേട്ടു. என்ற மூத்த மகன் இறந்துட்டான். അയ്യോ എന്റെ മൂത്ത മകൻ മരിച്ചു. ஐயோ என்ற மூத்த மகள் மரிச்சு போய். അയ്യോ എന്റെ മൂത്ത മകൻ മരിച്ചുപോയേ. என்ற காலை மரிச்சு போய்விட்டதே. അയ്യോ എന്റെ മകൻ മരിച്ചുപോയി. என்ற மிருக ஜீவன்கள் எல்லாம் மரித்து போகிறது. എന്റെ കാളകൾ എന്റെ ആടുകൾ മരിച്ചുപോയേ. இங்க வரும்போது പക്ഷെ ഇവിടെ വരുമ്പോൾ இந்த ரத்தம் பூசப்பட்டதை பார்த்து சங்கார தூதன் எட்டி ഈ பார்க்கிறான். കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ട ഭവനങ്ങളിൽ സംഹാരദൂതൻ കടന്നു വരുമ്പോൾ இங்க ஒன்று உள்ள பிரவேசிக்க ഈ முடியல. സംഹാരദൂതന് അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നില്ല. குட்டியின் ரத்தம் பூசப்பட்டிருக்கு. കാരണം കുഞ്ഞാടിന്റെ രക്തം അവിടെ തളിക്കപ്പെട്ടിരിക്കുന്നു. மேல் சட்டத்துல பூசப்பட்டிருக்கிறது. ആ കട്ടളക്കാലിന്റെ മുകളിൽ ഈ കുഞ്ഞാടിന്റെ രക്തം പൂശിയിരിക്കുന്നു. ரெண்டு நிலக்காலிகளிலும் ആ பூசப்பட்டிருக்கிறது. കട്ടളയുടെ രണ്ട് കുറുമ്പടിമേലും ഈ കുഞ്ഞാടിന്റെ രക്തം പൂശിയിരിക്കുന്നു. இடத்துல அந்த ரத்தம் பூசப்பட்டிருக்கிறது. മൂന്നിടത്ത് ഈ രക്തം പൂശപ്പെട്ടിരിക്കുന്നു. அதுதான் ஆவி, ஆத்துமா, சரீரம். അത് നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിൽ തളിക്കപ്പെടുന്ന യേശുവിന്റെ രക്തത്തെ ஆகையால் உன்னுடைய സൂചിപ്പിക്കുന്നു. ஆத்துமாவை எந்த வல்லமை மேற்கொள்ள முடியாது. നിന്റെ ആത്മാവിനെ ശത്രുവിന് സംഹാരകനെ തകർക്കുവാൻ കഴിയില്ല. உன்னுடைய மனதை எந்த வல்லமை மேற்கொள்ள முடியாது. നിന്റെ മനസ്സിനെ, ചിന്തകളെ ബാധിക്കുവാൻ ദുഷ്ടപിശാചിന് സാധ്യമല്ല. உன்னுடைய சரீரத்தை யாதொரு வல்லமை மேற்கொள்ள முடியாது. ശരീരത്തെ ജയിക്കുവാൻ യാതൊരു ദുഷ്ടശക്തിക്കും സാധ്യമല്ല. அதனால தான் அப்போஸ்தலனாகிய பவுல் எபிரேய சபைக்கு சொல்லுகிறார், അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് എബ്രായ സഭയോട് പറയുന്നത്, நீங்கள் எல்லாரும் தெளிக்கப்படும் இரத்தத்தின்னைக்கு நீங்கள் வந்து சேர்ந்திருக்கிறீர்கள். തളിക്കപ്പെട്ട ഈ പുണ്യാഹ രക്തത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ ഒന്ന് ചേർക്കപ്പെട്ടിരിക്കുന്നു. அப்படி வந்து சேர்க்கப்பட்டவர்கள் எல்லாரும் சத்தமா ஒரு அல்லேலூயா சொல்லுங்க. അപ്രകാരം ഈ രക്തത്തിങ്കിലേക്ക് കടന്നു വന്ന ദൈവജനം ശബ്ദത്തോടെ, ഘോഷസ്വരത്തോടെ, ഉച്ചത്തിൽ ഹല്ലേലൂയ പറയാ. அல்லேலூயா. அப்படியானால் அவர்தான் நமக்காக பலியாக்கப்பட்டவர். അങ്ങനെയെങ്കിൽ ഈ കർത്താവാണ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട, അറുക്കപ്പെട്ട நாம் കുഞ്ഞാട്. எப்பொழுது அவருடைய வீடாக மாறுகிறோம்? നാം എപ്പോഴാണ് അവന്റെ ഭവനമായി മാറുന്നത്? எபிரேயக்காரன் என்ன சொல்லுகிறார்? എബ്രായ ലേഖന കർത്താവ് എന്താണ് പറയുന്നത്? நம்பிக்கையினால் உண்டாகிற தைரியம். പ്രത്യാശയാൽ ഉളവാകുന്ന ധൈര്യം. எனக்கு ஒரு தைரியம் இருக்கிறது. എനിക്കൊരു ധൈര്യമുണ്ട്. அது என்னை ஜெயிக்க முடியாது. ആർക്കും എന്റെ മേൽ ജയം കൊള്ളുവാൻ സാധ്യമല്ല. பாதாளம் என்னை ஜெயிக்க முடியாது. പാതാള ശക്തികൾ എന്നെ ജയിക്കയില്ല. ரத்தம் என் மேல் தெளிக்கப்பட்டு യേശുവിന്റെ രക്തം എന്റെ മേൽ തളിക്കപ്പെട്ടിരിക്കുന്നു. இன்னொன்னு என்ன தெரியுமா? ഇനി ഒരു കാര്യം, அவருடைய வசனம் எனக்குள்ள இருக்கு. യേശുക്രിസ്തുവിന്റെ ജീവനുള്ള വചനം എന്റെ ഉള്ളിൽ അവൻ തന്നിരിക്കുന്നു. வசனத்தினால ஜெயிக்கிறோம். ഈ വചനത്താൽ നാം ജീവിക്കുന്നു. ரெண்டு வார்த்தை சொல்லப்பட்டிருக்கு வெளிப்படுத்துற விசேஷத்துல. വെളിപ്പാട് പുസ്തകത്തിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. எப்படி அந்த பொல்லாதவனை ஜெயித்தார்களா? ശത്രുവിനെ, ദുഷ്ടനെ അവർ എങ്ങനെയാണ് ജയിച്ചത്? രണ്ട് കാര്യങ്ങൾ. ஆட்டுக்குட்டியின் ரத்தத்தினாலும் കുഞ്ഞാടിന്റെ രക്തത്താലും சாட்சியின் வசனத்தினாலும். തങ്ങളുടെ സാക്ഷ്യ വചനങ്ങളാലും. வெளிப்படுத்தல் 12ஆம் அதிகாரம் 11ஆம் வசனத்துல சொல்லி വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, நமக்கு ரத்தத்தால் ஒரு ஜெயம். രക്തത്താൽ നമുക്കൊരു ജയമുണ്ട്. ஆவியினால் வசனத்தினால் நமக்கு ஒரு ஜெயம். ആത്മാവിനാൽ, വചനത്താൽ നമുക്ക് ജയമുണ്ട്. ஆகையில ரத்தம் தெளிக்கப்பட்டவர்கள். രക്തത്തളി ആചരിച്ചവർ. யார் மேல் ரத்தம் தெளிக்கப்படுது? ആരുടെ മേലാണ് ഈ രക്തം തളിക്കപ്പെട്ടത്? இயேசுவே நான் பாவி. യേശുവേ ഞാൻ പാപിയാകുന്നു. இயேசுவே என்னுடைய ஜீவியத்துல பல தவறுகள் இருக்கு. യേശുവേ എന്റെ ജീവിതത്തിൽ പല തെറ്റുകുറ്റങ്ങൾ വന്നുപോയി. ஆரிடத்துல போய் நீ சொல்றியா சொல்லலையோ? നിങ്ങൾ ആരുടെ അടുക്കൽ പോയി പറഞ്ഞാലും പറഞ്ഞില്ല എങ്കിലും ஆண்டவருடைய சமூகத்துல முழங்கால் படியிட்டு ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നിമിഷം മുഴങ്കാൽ മടക്കിക്കൊണ്ട്, ஆண்டவரே எனக்கு நீர் இறங்கணும் ஆண்டவரே. കർത്താവേ എന്നോട് കരുണ കാണിക്കണമേ. நான் ஒன்றுமில்ல. ഞാനൊന്നുമില്ല. நான் ஒரு பலவீனன். ഞാൻ நான் ബലഹീനനാകുന്നു. ஒரு അശുദ്ധൻ. ഞാൻ അശുദ്ധനാകുന്നു என்னுடைய കർത്താവേ. சிந்தையில நான் பாவியா എന്റെ இருக்கிறேன். ചിന്തയിൽ ഞാൻ പാപിയാകുന്നു. என்னுடைய இருதயத்துல உமக்கு பிரியமில்லாததை எனக்குள்ளே கொண்டு வருகிறேன். എന്റെ ഹൃദയത്തിൽ അങ്ങേക്ക് പ്രിയമില്ലാത്തവയൊക്കെ ഞാൻ ചിന്തിക്കുന്നു. எனக்கு இறங்கணுமே. എന്നോട് കരുണ உம்முடைய കാണിക്കണം. ரத்தத்தினால் என்னை கழுவணுமே. അവിടുത്തെ പുണ്യാഹ രക്തത്താൽ എന്നെ കഴുകണമേ. ஒரு வக்கீல் லாயர் இடத்துல போய் எனக்காக அந்த லாயர் வாதாட வேண்டுமானால், ഒരു വക്കീലിന്റെ, അഡ്വക്കേറ്റിന്റെ അടുക്കൽ പോയി നിങ്ങൾ ചെല്ലുക, നിങ്ങളുടെ കേസ് അദ്ദേഹം വാദിക്കണമെങ്കിൽ இந்த லாயர் இடத்துல கேட்பாரு. ഈ വക്കീൽ എന്നോട് ചോദിക്കും, தான் லாயர்னு வச்சுக்கொள்ளுங்க.
வச்சுக்கோங்க. ഇദ്ദേഹമാണ് ലോയർ എന്ന് വിചാരിക്കുക. இந்த லாயர் இடத்துல போய் என்னுடைய நிலவரத்தை சொல்றேன், சார் என் மேல கேஸ் போட்டிருக்கிறாங்க. ഈ വക്കീലിന്റെ അടുക്കൽ പോയി പറയുകയാണ്, സാർ എനിക്കെതിരായി ഇങ്ങനെ ഒരു കേസുണ്ട്. அவர் என்னிடத்துல என்ன കേൾപ്പാரு? അപ്പോൾ ആ വക്കീൽ എന്നോട് ചോദിക്കും, என்கிட்ட உண்மையை சொல்லு. എന്റെ അടുക്കൽ നീ സത്യം മാത്രം പറ. யாருகிட்ட போய் சொன்னாலும் பரவாயில்ல, என்கிட்ட உண்மையை சொல்லு, நான் பாத்துக்கிடுறேன். ആരോട് കള്ളം പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ വക്കീലിന്റെ അടുത്ത് മാത്രം കള്ളം പറയരുത്. நீ கொலை செய்தானா கொலை செஞ்ச, നീ കൊല ചെയ്തെങ്കിൽ കൊല ചെയ്തെന്ന് நான் പറ. இல்ல நீ நிரபராதி நான் வாதாடுறேன், அது ஏன் வேலை? നീ കൊലയാളിയാണെങ്കിലും നീ നിരപരാധിയാണെന്ന് നിനക്ക് വേണ്ടി ഞാൻ വാദിക്കുമെന്ന് അദ്ദേഹം പറയും. நீ திருடுனியா, നീ മോഷ്ടിച്ചോ, அப்ப அதையும் என்னிடத்துல சொல்லிடு. അതും നീ വാസ്തവമായി സത്യം എന്നോട് പറയുക. ഉண்மையான നിലവാരത്തെ അവരിടത്തിൽ சொல்லணும்னு എതിർபார்க்கறாங்க. അപ്പോൾ തന്റെ കക്ഷിയുടെ വാസ്തവമായ നിലവാരം അവർ തുറന്നു പറയണമെന്ന് ഒരു വക്കീൽ ആഗ്രഹിക്കുന്നു. அந்த വക്കീൽ என்ன செய்வாரு? ആ വക്കീൽ എന്ത് ചെയ്യും? അവരുടെ കക്ഷിക്കാരൻ നിരപരാധി, തന്റെ കക്ഷി നിരപരാധി എന്ന്, ஏனென்றால் அவரை பற்றி எனக்கு நல்லா தெரியும், അദ്ദേഹത്തെ എനിക്ക് നന്നായി അറിയാം. அப்படி இல்ல, ഇദ്ദേഹം അങ്ങനെയുള്ള ഒരു മനുഷ്യനെയല്ല. ஆண்டவர் அதுபோலதான் பிரியமானவர்களே, നമ്മുടെ കർത്താവും അതുപോലെയാണ് പ്രിയമുള്ളവരെ. பட்சிக்கிற அக்கினி போல இருக்கிறார். ദഹിപ്പിക്കുന്ന അഗ്നി പോലെ പിതാവായ ദൈവമായിരിക്കുന്നു. ദഹിപ്പിക്കുന്ന അഗ്നിയായ പിതാവ് അവിടെ ഇരിക്കുന്നു. പക്കത്തിൽ അവർ നെരുപ്പുള്ള തള്ള പോരാറ്. നമ്മയൊക്കെ ഈ അഗ്നിയിലേക്ക് തള്ളപ്പെടേണ്ട അവസ്ഥയിലായിരിക്കുമ്പോൾ ക്രിസ്തു என்ன செய்கிறார்? ഈ മനുഷ്യപുത്രനായ ക്രിസ്തു എന്താണ് ചെയ്യുന്നത്? പക്കത്തിൽ നമ്മൾ പോക വിടാതെപടിക്ക് അഗ്നിയിലേക്ക് നാം വീണു പോകാതിരിക്കേണ്ടതിന് ഇവർ என்ன செய்கிறார்? நமக்காக பரிந்து பேசிக்கொண்டே இருக்கிறார். അദ്ദേഹം നമുക്ക് വേണ്ടി, കർത്താവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇല്ല പിതാവേ, രക്തത്തെ ഇവൻ മേലെ തെളിച്ചിട്ടേ. ദൈവമേ, എന്റെ രക്തം ഞാൻ ഇവന്റെ മേൽ തളിച്ചു. രക്തം എപ്പിടിപ്പെട്ട രക്തം? ഈ രക്തം എപ്രകാരമുള്ള രക്തമാണ്? ഇവനെ വിലക്ക് വാങ്ങി, ഈ രക്തം നിന്നെ വിലക്ക് വാങ്ങിയ രക്തമാണ്. ഒരു ഹല്ലേലൂയ പറയാമോ? രക്തം വിലക്ക് വാങ്ങിട്ട്, ഈ രക്തം നൽകി അവിടുന്ന് നമ്മെ വിലക്ക് വാങ്ങി. നിങ്ങൾ കരയത്തിற்கு കൊല്ലപ്പെട്ടീர்கள், വില കൊടുത്തു വാങ്ങപ്പെട്ടവർ. കരയെ കൊടുത്ത് വിലക്ക് വാങ്ങിയിരിക്കുന്നത്, വില കൊടുത്തു വാങ്ങപ്പെട്ടവർ. പാപത്തിற்கு മേൽ അധികാരമില്ല, പാപത്തിന് ഇനി നിന്റെ മേൽ അവകാശമില്ല, അധികാരമില്ല. രോഗത്തിന് നിന്റെ മേൽ അധികാരമില്ല, മന്ത്രത്തിക്ക് മേൽ അധികാരമില്ല, മന്ത്രവാദത്തിന് നിന്റെ മേൽ അധികാരമില്ല, ശാപത്തിക്ക് മേൽ അധികാരമില്ല, ശാപത്തിന് ദൈവമേ നിന്റെ മേൽ അധികാരമില്ല. രക്തക്കരയത്തിற்கு വിലക്ക് വാങ്ങപ്പെട്ട രക്തം വില കൊടുത്തു വാങ്ങപ്പെട്ടവനാണ്. ഉനക്കാக സിദ്ധപ്പെട്ട രക്തം ഒരു ആട്ടുകുട്ടിയുടെ രക്തമല്ല, നിനക്ക് വേണ്ടി ഒഴുക്കപ്പെട്ടത് ഒരു കുഞ്ഞാടിന്റെ രക്തമല്ല, സാധാരണ മൃഗത്തിന്റെ രക്തമല്ല, സാധാരണ മൃഗത്തിന്റെ രക്തമല്ല. രക്തം എപ്പിടിപ്പെട്ട രക്തം? ആ രക്തം പ്രകാരമുള്ള രക്തമാണ്. അപ്പോസ്തലൻ என்ன சொல்லுகிறார்? പത്രോസ് അപ്പോസ്തലൻ എന്താണ് പറയുന്നത്? அந்த രക്തം വിലയേറപ്പെട്ട രക്തം, ഇത് വിലയേറിയ രക്തമാണ്, അത് കുറ്റമറ്റ രക്തം, ഇത് കുറ്റമറ്റ രക്തമാണ്, പരിശുദ്ധമുള്ള രക്തം, ഇത് പരിശുദ്ധ വിശുദ്ധ രക്തമാണ്. அப்படிப்பட்ட വിലയേറപ്പെട്ട രക്തം, അപ്രകാരമുള്ള ഒരു വിലയേറിയ രക്തമാണ് നിനക്ക് വേണ്ടി ചിന്തിയത്. കൊരിന്തിയ സഭയ്ക്ക് പൗൽ சொல்லும்போது சொல்றாரு, കൊരിന്ത്യ സഭയോട് പൗലോസ് ഇങ്ങനെ പറയുന്നു. 2 കൊരിന്ത്യർ 5-ാം അധികാരം 21-ാം വചനത്തിൽ നിങ്ങൾ വാസിച്ചീங்க. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാം വചനം വായിച്ചാൽ, அந்த கொரிந்திய சபைக்கு பவுல் சொல்லும்போது കൊരിന്ത്യ സഭയോട് പൗലോസ് ഇങ്ങനെ പറയുന്നു, യേശു പാപം അറിയാதவர் என்று சொல்றார். യേശു പാപം അറിയാത്തവൻ. ஆனால் അതേ പൗൽ അതേ പേതുരു അപ്പോസ്തലൻ சொல்லும்போது சொல்றாரு, പക്ഷേ പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു. 1 പേതുരു 2-ാം അധികാരം 22-ാം വചനത്തിൽ നിങ്ങൾ വാസിച്ചാൽ, 1 പത്രോസ് 2:22 വായിച്ചാൽ, അവർ പാപം செய்யவில்லை என்று சொல்றார். അവൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ஆனால் അതേ 1 യോഹന്നാന്റെ പുസ്തകം 3-ാം അധികാരം 5-ാം വചനത്തിൽ വാസിച്ചാൽ, 1 യോഹന്നാൻ 3-ാം അധ്യായം 5-ാം വചനം വായിച്ചാൽ, അവരിടത്തിൽ പാപമില്ലേ, അവങ്കൽ ഒരു പാപവുമില്ല എന്ന് എഴുതിയിരിക്കുന്നു. യേശു പാപം അറിയാதவர், യേശു പാപം അറിയാത്തവൻ, അവരുടെ എണ്ണങ്ങളിലെ പാപമില്ല, അവന്റെ ചിന്തകളിൽ പാപമുണ്ടായിരുന്നില്ല, യേശു ഹൃദയത്തിലെ പാപമില്ല, അവിടുന്ന് ഹൃദയത്തിൽ പാപമില്ലാത്തവനായിരുന്നു. പാപം അറിയാதவர், ഒരു പാപവും അറിയാത്തവൻ, ഹൃദയത്തിലെ പാപമില്ലാത്തവർ, ഹൃദയത്തിൽ പാപമില്ലാത്ത കർത്താവ്, യേശു പാപം ചെയ്യാதவர், ശരീരം കൊണ്ട് ഒരു പാപവും ചെയ്യാത്ത യേശു, പാപം അറിയാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, ഈ യേശു നമുക്കാக ബലിയാക്കപ്പെട്ട, നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അവരുടെ ആവി ആത്മാ ശരീരത്തെ അവർ പരിശുദ്ധമാക്കി കൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവജനമേ, ഈ യേശു നിന്റെ ശരീരത്തെ, ആത്മാവിനെ, ദേഹിയെ വിശുദ്ധീകരിക്കുന്നു. നമ്പിക്കയിനാൽ ഉണ്ടാകുന്ന ധൈര്യത്തെ, ഈ പ്രത്യാശയാൽ ഉളവാകുന്ന ധൈര്യം നാം പ്രാപിച്ചു. ഒന്ന് ഈ പ്രത്യാശയാൽ ധൈര്യം, രണ്ടാമത് നമുക്ക് അവരെ കുറിച്ച് മേന്മ പാരാട്ടിക്കൊണ്ടേ ഇരിക്കണം. രണ്ടാമത് യേശുവിനെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്ന അനുഭവം നമുക്കുണ്ടാകുന്നു. ധൈര്യത്തിൽ നീ നടക്കുക, എന്ത് ധൈര്യത്തിലാണ് നീ നടക്കുന്നത്? ചിലരൊക്കെ ചോദിക്കും, ധൈര്യത്തിലെ
ஊழியம் செய்யற? എന്ത് ധൈര്യത്തിലാണ് നീ ഈ ശുശ്രൂഷ ചെയ്യുന്നത്? TPMல இருந்து வந்து ஊழியங்களை செய்யற நாட்கள்ல சென்னை இந்தியாவுல, தமிழ்நாட்டுல തമിഴ്നാട്ടിൽ ഞാൻ ശുശ്രൂഷ TPM ൽ നിന്ന് പുറത്ത് വന്ന് ശുശ്രൂഷ ആരംഭിച്ച കാലത്ത് என்னிடத்துல வந்து சிலர் கேட்டாங்க, എന്റെ അടുക്കൽ വന്ന് ചിലർ ചോദിച്ചു, நீங்க எந்த தைரியத்துல இப்படி செய்யற? എന്ത് ധൈര്യത്തിലാണ് നീ ഈ ശുശ്രൂഷ ചെയ്യുന്നത്? பாஸ்டர் நீங்க முன்னாடி மாதிரிலாம் நினைக்காதங்க. சிலர் வருவாங்க, ചിലർ പറയും, പാസ്റ്റർ പഴയ കാലം പോലൊന്നും നിങ്ങൾ വിചാരിക്കരുത്. அவர் சொல்லுவாங்க, അവർ പറയും, இங்க வாங்க, നിങ്ങൾ ഇവിടെ വാ, உங்களுக்கு அரிசி தர்றோம், നിങ്ങൾക്ക് நல்ல பொன்னி அரிசி தர்றோம், നല്ല പൊന്നിയരി തരാം, இங்க வாங்க, ഇവിടെ വാ, உங்களுக்கு நல்ல வீட்டு வாடகை தர்றோம், വീടിന്റെ വാടക ഞങ്ങൾ வருஷம் நல்ல Dress വാങ്ങി കൊടുக்கிறோம், എല്ലാ വർഷവും പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു തരാം, ஃபாரினுக்கு அனுப்பி விடுறோம், നിങ്ങളെ വിദേശ രാജ്യങ്ങളിൽ അയക്കാം, ഇന്റർനാഷണൽ പ്രீച്ചർ ആക്കിறோம், നിങ്ങളെ ഒരു ഇന്റർനാഷണൽ പ്രസംഗിയാക്കാം. വേണ്ട ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട. அவங்க கேட்பாங்க, என்ன தைரியத்தில் நீங்க இப்படி சொல்றீங்க? അവരപ്പോൾ ചോദിക്കും, എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഇത് പറയുന്നത്? வீட்டுக்கும் போகல, നിങ്ങൾ വീട്ടിലും മടങ്ങി പോയില്ല. விட்டு வெளியே வரும்போது எங்க அப்பா ஒரு வார்த்தை சொன்னாங்க, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ എന്റെ പിതാവിനോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, நீ ஊழியம் செய்யபடியா போற, നീ കർത്താവിന്റെ വേല ചെയ്യുവാൻ പോകുന്നു. வீட்டுல நான் தான் மூத்த மகன், എന്റെ വീട്ടിൽ ഞാനാണ് മൂത്ത മകൻ, எனக்கு கீழே 3 தம்பி ஒரு தங்கச்சி, എനിക്ക് 3 അനുജന്മാരും ഒരു അനുജത്തിയും ഉണ്ട്. எங்க தகப்பனார் கூட பிறந்த சகோதரர்கள் யாரும் கிடையாது, എന്റെ പിതാവിന് മറ്റ് സഹോദരന്മാരാരുമില്ല. ஆனால் நீ மூத்த மகன். അപ്പോൾ പിതാവിന്റെ മൂത്ത മകനായ ആണ്ടവർ சொல்லி കർത്തർ சொல்றான்னு சொல்லி വീട്ടை വിട്ട് വെളിയെ പോ. പിതാവിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, നീ ദൈവശബ്ദം കേട്ട് കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞ് ശുശ്രൂഷയ്ക്കായി വീട് വിട്ടു പോകുകയാണ്. என்னுடைய 17வது வயதில் நான் வீட்டை விட்டு வெளியே வர்றேன். എന്റെ 17ാമത്തെ വയസ്സിലാണ് വീട് വിട്ട് ഞാൻ കർത്താവിന്റെ വേലയ്ക്കായി പുറത്തു വന്നത്. എന്റെ തകപ്പനോ തായോ നിർബന്ധപ്പെടുത്തല, നിക്ക വെക്കല. എന്റെ അപ്പനോ അമ്മയോ എന്നെ മടക്കി വിളിച്ചില്ല, നിക്ക് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചില്ല. എങ്കയാவது പോയിരുന്ന അടിച്ചു നിർത്തിയിരുപ്പാங்க. വേറെ ഏതെങ്കിലും കാര്യത്തിന് പോയാൽ അവർ എന്നെ തടഞ്ഞു നിർത്തിയേനെ. കർത്തരുടെ ഊഴിയം ചെയ്യുമ്പടിയാ പുറപ്പെട്ടു പോകും. പക്ഷെ കർത്താവിന്റെ ശുശ്രൂഷക്കാരനായി ഞാൻ പോകുന്നു. തടുക്ക കൂടാതെ, നമ്മൾ തടയരുത്. അത് ദൈവദോഷം, അത് ദൈവത്തിന് വിപരീതമായി ചെയ്യുന്ന ദോഷമാണ്. ദൈവം നമ്മെ ദണ്ഡിപ്പാർ, ദൈവം നമ്മെ ശിക്ഷിക്കും. അവർ ദൈവത്തിക്ക് ഭയന്നവர்கள், അവർ ദൈവ ഭയമുള്ള ഭക്തന്മാരായി. പ്രിയമാനവர்களே, അതുകൊണ്ട് പ്രിയ ദൈവജനമേ, അവர்கள் തട பண்ணல. എന്റെ മാതാപിതാക്കൾ എന്നെ തടഞ്ഞില്ല. நான் புறப்பட்டு வெளியே வரும்போது ஊழியக்காரனா வீட்டுக்கு வா, ஊழியத்தை விட்டுட்டு என்னால ஊழியம் செய்ய முடியல, நான் வரலன்னா நீ வீட்டை விட்டு வெளியே போ. എന്നോട് എന്റെ പിതാവ് ഞാൻ വേലക്കിറങ്ങുമ്പോൾ പറഞ്ഞ ഒരു വാക്കിതാണ്, നീ കർത്താവിന്റെ വേലക്കാരനായി ഈ വീട് വിട്ട് പുറത്തു പോകുന്നു. കർത്താവിന്റെ വേലക്കാരനായിട്ടല്ലാതെ ഈ വീട്ടിലേക്ക് നീ ഇനി വരരുത്. அப்படி இருந்தாலும் நீ வீட்டை விட்டு வெளியே போ. അങ്ങനെയാണ് നീ ഇപ്പോൾ വീട് വിട്ടു പോകുന്നത്. நான் பல கிராமங்கள்ல போய் ஊழியம் செய்தேன். പല ഗ്രാമങ്ങളിൽ പോയി ഞാൻ കർത്താവിന്റെ വേല ചെയ്തു. கேட்பாங்க, நீ இங்க வாங்க, உங்களுக்கு உதவி செய்யறோம். പലരും പറഞ്ഞു, ഞങ്ങളോട് ചേരുക, ഞങ്ങൾ സഹായിക്കാം. நான் யாரையும் பின்பற்றி வரவில்லை, ഞാൻ ആരുടെയും പിന്നാലെ പോയി. യേശു எனக்கு இருக்கிறார், യേശു എന്നോട് കൂടെയുണ്ട്. நான் அவருடைய வீடாக இருக்கிறேன். ഞാൻ കർത്താവിന്റെ ഭവനമാണ്, കർത്താവിനെ തന്റെ ഭവനമായി പണിതുകൊണ്ടിരിക്കുന്നു. என்னுடைய ஆண்டவர் என்னோடு கூட എന്റെ இருக்கிறார், യേശു എന്നോട് കൂടെയുണ്ട്. அவர் என்னை கைவிட மாட்டார். എന്റെ യേശു എന്നെ കൈവിടുകയില്ല. எனக்கு தெரியும், ஆரம்ப நாட்கள நான் பஸ் ஸ்டாண்ட்ல படுத்து தூங்கின நாட்கள். ആരംഭ കാലങ്ങളിൽ ബസ് സ്റ്റാൻഡിൽ ഉറങ്ങിയ അനേക ദിവസങ്ങൾ. பஸ் ஸ்டாண்ட்ல இருக்கிற பாத்ரூம்ல இருக்கிற தண்ணியில மூஞ்ச கழுவிட்டு அங்க இருக்கிற செங்கல் எடுத்து நுணுக்கி பல்லு விளக்கிட்டு நான் திரும்ப ரோட்ல நடந்து கிராமங்கா போய் പുളിയ ഇലയെ പറിച്ച് സാപ്പിട്ട് പുളിയ പിഞ്ച് പറിച്ച് സാപ്പിട്ട് தான் അങ്ങേക്ക് ഊഴിയം ചെയ്തത്. ബസ് സ്റ്റാൻഡിലെ പൊതു ശൗചാലയം ഉപയോഗിച്ചു. അവിടെ പുറത്ത് കിടക്കുന്ന ചെങ്കല്ല് അടിച്ച് പൊടിച്ച് ആ പൊടി കൊണ്ട് പല്ല് തേച്ച് ശുദ്ധി ചെയ്ത് അങ്ങനെ ഗ്രാമങ്ങളിൽ പോയി പുളിയിലയും പച്ചവെള്ളവും മാത്രം കുടിച്ച് കർത്താവിന്റെ വേല ചെയ്തു. TPMல பெரிய பெரிய சபைகள் என்ன வச்சிருந்தாங்க. TPMൽ വലിയ വലിയ സഭകളിൽ ആയിരുന്നു ഞാൻ. நல்ல மாமனார் வீடுதான். നല്ല മണി അടിച്ചാ ചോറ് മാമനാർ വീട്. തമിഴ്നാട്ടിൽ പറയുന്ന ഒരു ചെല്ലാണ്, ബെല്ലടിച്ചാൽ ചോറ് വരും, അമ്മായിയപ്പന്റെ വീട്. അപ്പടിപ്പെട്ട ഒരു സൗകഭോഗമാ ഇരുന്നിട്ട് വിട്ടിട്ട് വെളിയെ പോറ കർത്തർ சொன்னார் പുറപ്പെട്ടത്. അങ്ങനെ വളരെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ആയിരുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു കർത്താവിന്റെ ശബ്ദം. അവരെ നമ്പി പുറപ്പെട്ടു വന്നു. കർത്താവിൽ ആശ വെച്ച് പുറത്തിറങ്ങിയാണ്. ചൊല്ലിதான் இந்த ஊழியத்தை துவக்கியிருக்கிறார். കർത്താവ് പറഞ്ഞിട്ടാണ് ഈ വേല ഞാൻ ആരംഭിച്ചത്. മനുഷ്യർക്ക് പിന്നാടി പോക വേണ്ടിയ ഒരു മനുഷ്യന്റെയും പിന്നാലെ പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു സ്ഥാപനത്തിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പിന്നാലെ ഞാൻ പോയിട്ടില്ല. എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, അവരെ കൈവിട മാട്ടാ. അവിടുന്ന് എന്നെ കൈവിടുകയില്ല. ആത്മാക്കൾ ഇല്ല, സഭയിൽ ആത്മാക്കളില്ല. 2 വാരം 3 വാരം 4 വാരം ഒരു തനിമയാകത്താണ് ഊഴിയങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. 2, 3, 4 ആഴ്ചകൾ ഇങ്ങനെ ആരാധന നടക്കും. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഈ ശുശ്രൂഷ ചെയ്യും. കർത്തർ ആത്മാക്കളെ തന്ന, കർത്താവ് ആത്മാക്കളെ കൊണ്ടുവരുവാൻ തുടങ്ങി. എല്ലാവർക്കും തെരിയും കർത്തർ എത്ര ഇടങ്ങളിൽ ഊഴിയത്തെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്കെല്ലാം നന്നായിട്ടറിയാം എത്ര ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കർത്താവ് നമുക്ക് ശുശ്രൂഷ ഊഴിയം ചെയ്യുമ്പോൾ എത്ര ഊഴിയക്കാരിലെ കർത്തർ തന്നിരിക്കുന്നു. ഒരുമിച്ച് കർത്താവിന് വേണ്ടി ഈ ശുശ്രൂഷ ചെയ്യുവാൻ അനേക ശുശ്രൂഷ
വേഷക്കാരെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. എത്ര വിശ്വാസികളുടെ കൂട്ടങ്ങൾ, അനേകായിരം വിശ്വാസികളുടെ സമൂഹത്തെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. എങ്ക പോണാൽ ആയിരമാണ് ജനങ്ങളെ കർത്തർ ഏർപ്പെടുത്തി എവിടെ പോയാലും ആയിരക്കണക്കിന് ജനത്തെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി. നമുക്കൊരു മേന്മ ഇരിക്കുന്നത്, നമുക്കൊരു നന്മയുണ്ട്, നമുക്കൊരു മേന്മ ഇരിക്കുന്നത്, നമുക്കൊരു ഉയർച്ചയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നമ്മോട് ഇരിக்கிறார். യേശു നമ്മോട് കൂടെ ഉണ്ട്. അവർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങൾ എന്നോട് കൂടെ ഇരിக்கிறது. കർത്താവ് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ നമ്മോട് കൂടെ ഉണ്ട്. എന്റെ വീട്ടെ കട്ടിക്കൊണ്ട് വരുகிறது. അവിടുന്ന് അവന്റെ ഭവനത്തെ പണിതുകൊണ്ടിരിക്കുകയാണ്. ധൈര്യത്തെ എന്ന മേന്മയെ വിട്ടുവിടാതെ, ഈ ധൈര്യം, ഈ പ്രത്യാശയാൽ ഉളവാകുന്ന ധൈര്യം നിങ്ങൾ വിട്ടുകളയരുത്. அந்த வீடு கட்டப்படுகிறது. ഈ ഭവനം അവിടുന്ന് പണിതുകൊണ്ടിരിക്കുകയാണ്. രക്ഷിക്കപ്പെടുമ്പോൾ അത് ഒരു തൂണാக കട്ടപ്പെടുகிறது. രക്ഷിക്കപ്പെടുമ്പോൾ ഒരു ചെറിയ കൂടാരമായി ഇത് പണിയുകയാണ്. ഒരു തൂണാக ഒരു തൂണായി കെട്ടുകയാണ്. സ്നാനം എടുക്കുമ്പോൾ ഇന്നൊരു തൂണാக, സ്നാനപ്പെടുമ്പോൾ അടുത്ത തൂൺ അവിടെ നാട്ടപ്പെടുന്നു. പെറുമ്പോൾ ഇന്നൊരു തൂണാக മാറുகிறது. ആത്മസ്നാനം പ്രാപിക്കുമ്പോൾ അടുത്ത ഒരു തൂൺ നാട്ടപ്പെടുന്നു. ദൈവിക സുഖത്തെ പെറ്റുകൊള്ളുമ്പോൾ ഇന്നൊരു തൂൺ ഉരുവാകുന്നു. നീ ദൈവിക രോഗശാന്തിയുടെ അനുഭവം പ്രാപിക്കുമ്പോൾ അടുത്ത തൂണായി ഈ ഭവനം പണിയപ്പെടുന്നു. പാടുകൾക്കുള്ള ഒപ്പുകൊടുത്ത് നീ அந்த പാടുകളിൽ സന്തോഷപ്പെടുമ്പോൾ അത് തൂണാக നീ മാറ്റപ്പെടുகிறாய். കർത്താവിന് വേണ്ടി നിന്നെ തന്നെ സമർപ്പിച്ച് കർത്താവിന് വേണ്ടി പാടുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ അടുത്ത തൂൺ നിന്റെ ആ ആത്മീയ ഭവനത്തിൽ പണിയപ്പെടുന്നു. പരിശുദ്ധ ജീവിയെ ചെയ്യുമ്പോൾ, വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ അപ്പോൾ ഒരു തൂണാக അപ്പോൾ ഒരു മാറ്റപ്പെടുന്നു. തൂണായി കർത്താവ് നിന്നെ പണിയുന്നു. നീ ജയകരமான ജീവിയെ ചെയ്യുമ്പോൾ, ഒരു ജയ ജീവിതം നീ നയിക്കുമ്പോൾ ഏഴാമത് ഒരു തൂണാக മാറുகிறாய். ഏഴാമത്തെ തൂൺ അവിടെ നട്ടപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏഴ് തൂണുകളെ ഉണ്ടാക്കുന്നത്. ഈ ഏഴ് തൂണുകൾ പണിതുകൊണ്ട് യേശു ക്രിസ്തുവിൻ മൂലമായി നമുക്ക് கிடைக்கிற சுதந்திரம், യേശു ക്രിസ്തുവിലൂടെ നമുക്ക് അവകാശം പ്രാപിക്കുവാൻ പോകുന്ന ഈ ഭവനം, கொழுத்த ஜந்து அடிக்கப்பட்டது. കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. அந்த வேதவசனம் சொல்லுகிறது, ഈ ദൈവത്തിന്റെ വചനം പറയുന്നു, அவர் நமக்காக அடிக்கப்பட்டார். അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. அவர் പിതാവിനാൽ കൈവിടപ്പെട്ടാർ. പിതാവിനാൽ അവൻ ഉപേക്ഷിക്കപ്പെട്ടു. പിതാവ് തന്നെ കൈവിടും പൊഴുது, പിതാവ് തന്നെ കൈവിട്ടപ്പോൾ, എൻ ദേവനേ ഏൻ എന്നെ കൈവിട്ടി. കൽവറിയിൽ കർത്താവ് ഇങ്ങനെ നിലവിളിക്കുന്നു, പിതാവേ, എന്റെ പിതാവേ, നീ എന്നെ കൈവിട്ടതെന്ത്? മുഖം മറയ്ക്കപ്പെട്ടത്. പിതാവിന്റെ മുഖം അവൻ മറച്ചു. അങ്ങ് തന്റെ ശിഷ്യരെല്ലാം തള്ളിവിട്ട് വിലകി. തന്റെ ശിഷ്യന്മാരൊക്കെ തന്നെ വിട്ട് ചിതറി ഓടിപ്പോയി. പിതാവ് കൈവിട്ടത് അവരുടെ മനതിൽ വന്ന പാട്. പിതാവ് തന്നെ കൈവിട്ടപ്പോൾ അവൻ മനോ വിഷമത്താൽ ഭാരപ്പെട്ടു. അവരുടെ ഹൃദയത്തിലെ ശിഷ്യர்கள் തന്നെ വിട്ട് വിലകി പോണത് ഹൃദയത്തിൽ വന്ന വേദന പാട്. തന്റെ സ്വന്തം ശിഷ്യന്മാർ തന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞപ്പോൾ തനിക്കുണ്ടായ ഹൃദയഭാരം. അവർ സിലുവയിൽ അറയപ്പെട്ടത്. കർത്താവ് കാൽവറി ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. കാടിയിനാൽ രുചി പാർക്കപ്പെട്ടത്, കാടിയെ കൊടുത്തത്. അവന് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കുടിക്കുവാൻ ഒരു സ്പോങ്ങിൽ കാടി കൊടുത്തു. അവർ ശരീരത്തിൽ പാടുപെട്ട, അവൻ ശരീരത്തിൽ പാടുകൾ അനുഭവിച്ചു. ചന്താക യേശു നമുക്കാக അടിക്കപ്പെട്ടാർ. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടു. നമുക്കാக ദ്രാക്ഷരസത്തെ വാർത്തിരിக்கிறார். നമുക്ക് വേണ്ടി അവൻ ഈ വീഞ്ഞ് കുടിച്ചു. പരലോക സന്തോഷത്തെ നമുക്ക് അനുപ്പിയിരിக்கிறார். സ്വർഗ്ഗ സന്തോഷം നാം പ്രാപിക്കേണ്ടതിന് ഒരു ഭോജന പന്തി ആയത്തപ്പെടുത്തിയിരിக்கிறார். നമുക്കൊരു ഭോജനശാല ഒരുക്കേണ്ടതിന്, ശത്രുക്കൾക്ക് മുൻപാകെ ആയത്തമാക്കപ്പെട്ട ശത്രുക്കളുടെ മുമ്പാകെ മെത്രമായ ഒരു ഭോജനശാല നിനക്ക് ഒരുക്കേണ്ടതിന്, ചുറ്റിച്ചെത്ത് അലയുന്ന ജനങ്ങളാக അല്ല, നീ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാൻ വേണ്ടിയല്ല. സിലോൺ പെന്തക്കോസ്ത് മിഷൻ മുടിഞ്ഞു പോச்சு என்று സിലോൺ പെന്തക്കോസ്ത് മിഷൻ അവസാനിച്ചു എന്ന് അനേകർ പറഞ്ഞു. நான் போகிற இடத்துல கேட்பாங்க, அப்படியா இந்தியாவுல സിലോൺ പെന്തക്കോസ്ത് മിഷൻ இருக்குதா? ഞാൻ പോകുന്ന ഇടത്ത് അനേകർ എന്നോട് ചോദിക്കും, അയ്യോ സിലോൺ പെന്തക്കോസ്ത് മിഷൻ ഇന്ത്യയിൽ ഇനിയും ഉണ്ടോ? ഉടനെ യൂട്യൂബ് പോട്ട് കാട്ടുங்க. പെട്ടെന്ന് ഞാൻ യൂട്യൂബ് തുറന്ന് കാണിച്ചു. സിലോൺ പെന്തക്കോസ്ത് മിഷൻ இருக்கிறது. ഇന്നുമുണ്ട് ഈ സിലോൺ പെന്തക്കോസ്ത് മിഷൻ ഇന്നുമുണ്ട്. വാനവും ഭൂമി ഒളിഞ്ഞു പോനാലോ, ആകാശം ഭൂമി മാറിപ്പോകും, കർത്താവിന്റെ വരവ് மட்டும், കർത്താവിന്റെ വരവ് വരെ കൊടുത്ത വാഗ്ദത്തത്തിന്റെ പദ്ധതി, അത് ഐക്യം തുടർന്ന് മുന്നേറി പോയിക്കൊണ്ടേയിരിക്കും. കർത്താവ് തന്ന ഈ വാഗ്ദത്തം, ഈ വിശുദ്ധ കൂട്ടായ്മ നിലനിൽക്കുക തന്നെ ചെയ്യും. അങ്ങേ പണിവിടക്കാരர்கள் ഉണ്ട്, കൈവിടപ്പെട്ടു പോകുന്നവരുണ്ട്. അങ്ങേ പണിവിടക്കാരர்கள், പണി ചെയ്യുന്ന അനേകരുണ്ട്. അങ്ങേ ഉണ്ട്. അത് വേദത്തിൽ നിങ്ങൾ വീടുകളെ വാസിച്ചു പാരുங்க. ദൈവത്തിന്റെ വചനം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. പണി ചെയ്യുന്നവர்கள் ഉണ്ട്, ഈ ഭവനം പണിയുന്ന പണിക്കാരുണ്ട്. അത് മാത്രമല്ല എന്ത മേടുകളിലെ പേദയാനവർക്ക് നിന്നുകൊണ്ട് കൂപ്പിടുகிறார்கள். ആ മല മുകളിൽ നിന്നുകൊണ്ട് വിളിക്കുന്നവർ, അങ്ങ് ദൂരமான ഉപദേശങ്ങൾ, ആഴമായ ഉപദേശ സത്യങ്ങൾ, മേന്മயான പ്രതിഷ്ഠ ജീവിയെ ചെയ്യുന്നവர்கள், ഏറ്റവും മികച്ച പ്രതിഷ്ഠയുടെ ജീവിതത്തിന്റെ അനുഭവമുള്ളവർ, വിട്ടവர்கள், സകലത്തെയും വിട്ടവർ. വേദം என்ன சொல்லுகிறது? ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? இருக்கிறவர்களே எல்லாரும் இங்க வாருங்கள். നിങ്ങൾ ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വരുവീൻ. நீங்க பலவீனர்களாக இங்க வாருங்கள். ബലഹീനർ എന്റെ അടുക്കലേക്ക് വരുവീൻ. நீங்கள் വേദനയോടെ இருக்கிறீர்களா இங்க வாருங்கள். വേദനയിലായിരിക്കുന്നവരെ എന്റെ അടുക്കലേക്ക് കടന്നു വരുവീൻ. നീ ചിതറി പോക വേണ്ട. നീ ചിതറി പോകണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഉங்களுக்காக நான் கொழுத்த சந்தாக
அடிக்கப்பட்டிருக்கிறேன். നിങ്ങൾക്ക് വേണ്ടി ഞാൻ തകർക്കപ്പെട്ടു. இந்த ஆண்டவர் பேதையை ஞானியாக மாற்றுகிறார். ഓ കർത്താവ് ഒരു ബലഹീനനെയും ബലവാനാക്കും, ഒരു അജ്ഞാനിയെയും വിഡ്ഢിയെയും ജ്ഞാനിയാക്കി മാറ്റും. ஓ இந்த தரித்திரனை ஐஸ்வர்யவானாக மாற்றுகிறார். മൂഢനെ ബുദ്ധിമാനും ദരിദ്രനെ സമ്പന്നനുമാക്കി മാറ്റും. நீங்கள் விசுவாசிக்கிறீங்களா? നിങ്ങൾ വിശ്വസിക്കുന്നുവോ? எல்லாரும் என்னிடத்தில் வாருங்கள் என்று அந்த ஞானம் உங்களை பார்த்து கூப்பிடுகிறது. ഈ ജ്ഞാനം നിങ്ങളെയൊക്കെ നോക്കി വിളിക്കുന്നു. നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കിലേക്ക് വരിക. என்னுடைய வீடாக நாங்கள் உங்களை மாற்றுகிறேன். എന്റെ ഭവനമായി ഞാൻ നിങ്ങളെ പണിയുവാൻ நீங்கள் ആഗ്രഹിക്കുന്നു. அவருடைய வீடாக இருக்கிறீர்கள். നിങ്ങൾ കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ വീടായി മാറ്റപ്പെടട്ടെ. அவருடைய வீடு, ഞാൻ അവന്റെ ഭവനം, அவருடைய வீடாக என்னை கட்டி எழுப்பி கொண்டு അവിടുത്തെ வருகிறார். ഭവനമായി കർത്താവേ നീ എന്നെ പണിയുന്നുവല്ലോ. கட்டுபடியாக അവൻ എന്നെ പണിയേണ്ടതിന് எபேசியர் 3:11 கீழே நீங்கள் வாசித்தீர்களா? എഫേസ്യ ലേഖനം 3:11 മുതൽ താഴോട്ടുള്ള വചനങ്ങൾ നിങ്ങൾ വായിക്കുക. கர்த்தர் சபையில் 5 விதமான உத்தியோகஸ்தர்களை ஏற்படுத்தி സഭയിൽ 5 തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ കർത്താവാക്കി വെച്ചിരിക്കുന്നു. இவர்களை கொண்டு சபை வளர்ந்து கொண்டே இருக்கிறது. സഭ വളർന്നുകൊണ്ടേയിരിക്കുന്നു. இந்த வீடு மாளிகையாக கட்டப்பட்டு கொண்டு ഈ வருகிறது. വീട് ഒരു മാളികയായി പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. என்னை கர்த்தர் அப்படிதான் கட்டி எழுப்பி கொண்டு வருகிறார். എന്നെയും നിന്നെയും കർത്താവ് അപ്രകാരം തന്റെ ഭവനമായി പണിതുകൊണ്ടിരിക്കുന്നു. நாம் ஆதரவற்றவர்கள் அல்ல, നാം നിന്ദിക്കപ്പെട്ടവരല്ല, நாம் கைவிடப்பட்டவர்கள் നാം அல்ல, കൈവിടപ്പെട്ടവരല്ല, அலைந்து திரிகிறவர்கள் அல்ல, നാം ചുറ്റി അലഞ്ഞു തിരിയുന്നവരല്ല. நாங்கள் தேவனுடைய வீடாக இருக்கிறோம். നാം ദൈവത്തിന്റെ ഭവനമാണ്. எங்களுடைய வீட்டுக்கு தலைவர் யார்? എന്റെ വീടിന്റെ നായകനാരാണ്? யாரு யாரு சொல்லுங்க. എല്ലാവരും ഉച്ചത്തിൽ പറയുക. நம்முடைய வீட்டின் தலைவர் யார்? നമ്മുടെ വീടിന്റെ നായകൻ ആരാണ്? യേശു. യേശു. அப்படியே எழுப்பி நிற்போமா? அப்படியே நாம் எழுப்பி நிற்போமா? അങ്ങനെ തന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാം. എല്ലാവർക്കും എഴുന്നേറ്റ് நாம் നിൽക്കാം. எல்லாரும் எழுப்பி நிற்போம். നാം എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് நான் നിൽക്കാം. அவருடைய வீடாக இருக்கிறேன். ഞാൻ എന്റെ കർത്താവിന്റെ ഭവനമായി പണിയപ്പെടുന്നു. சத்துரு என்னை தொட முடியாது. ശത്രു എന്നെ തൊടുകയില്ല. ദരിദ്രം தொட முடியாது. ദാരിദ്ര്യം എന്നെ തൊടുകയില്ല. வறுமை என்னை மேற்கொள்ள முடியாது. ആ പട്ടിണി എന്നെ തൊടുകയില്ല. பலவீனம் என்னை மேற்கொள்ள முடியாது. ബലഹീനതകൾ എന്നെ തൊടുകയില്ല. என்னோட இயேசு இருக்கிறார். കാരണം എന്നോടുകൂടെ യേശുവുണ്ട്. சிறு பிள்ளைகள், வாலிபர்கள், உங்களுக்கு சொல்றேன், കൊച്ചു കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. எனக்கு ஒரு ஞானமே இல்ல, എനിക്ക് അറിവില്ല, நான் படிக்கவே இல்ல. എനിക്ക് പഠിക്കുവാൻ ஒரு ബുദ്ധിയില്ല. பையன் வந்து சொன்னான், ഒരു പയ്യൻ എന്റെ അടുക്കൽ വന്നു பாஸ்டர் പറഞ്ഞു, எனக்கு படிப்பு ஏற மாட்டேங்க, எல்லாத்துலயும் ஃபெயிலா போறேன். പാസ്റ്റർ എനിക്ക് പഠിക്കുവാനുള്ള കഴിവില്ല, ഞാൻ എല്ലാത്തിലും തോറ്റുപോകുന്നു. நான் சொன்ன, ஆண்டவரை பிடிச்சிக்கோ. ഞാൻ പറഞ്ഞു, നീ കർത്താവിനെ பாஸ் മുറുകെ പിടിക്കുക. பண்ணவனுக்கு கிடைக்காது, ஃபெயிலான உனக்கு கிடைக்கும். നീ പാസ്സായി பாஸ் பண்றவனுக்கு கிடைக்காதது உனக்கு ஃபெயிலான உனக்கு கிடைக்கும். പാസ്സാകുന്നവർക്ക് കിട്ടാത്തത് തോറ്റ നിനക്ക് കർത്താവ് തരും. നീ കർത്താവിനെ മുറുകെ പിടിക്കുവാൻ நீ அவரை பிடிச்சிக்கோ. നീ അവനെ മുറുകെ പിടിക്കുക. இயேசு எனக்குள்ள இருக்கிறார். എന്റെ യേശു എന്റെ സ്വന്തം. எனக்குள்ள ஞானம் இல்ல, യേശു എന്റെ ഉള്ളിലുണ്ട്. എന്റെ ഉള്ളിൽ അവൻ ജ്ഞാനം തരും. எனக்கு பலன் இல்ல, എനിക്ക് ജ്ഞാനമില്ല, படிக்கக்கூடிய എനിക്ക് திறமை இல்ல. ബലമില്ല, പഠിക്കുവാൻ ബുദ്ധിയില്ല. அந்த பையன் என்ன செய்தான் தெரியுமா? പയ്യൻ എന്താണ് ചെയ്തെന്ന് அதே போல അറിയാം. இந்த வார்த்தையை அப்படியே பிடிச்சுக்கிட்டா. ഈ വാക്ക് അവൻ അതേപോലെ വിശ്വസിച്ചു. எல்லாத்துலயும் மார்க் டவுனா தான் இருந்தான். എല്ലാ വിഷയത്തിലും മാർക്ക് சில കുറവായി. பிள்ளைகள் வாலிபடத்துல சொல்றேன், കൊച്ചു കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം. நல்ல மார்க் வாங்கினவனுக்கு கிடைக்கல சீட்டு, ടോപ്പ് മാർക്ക് കിട്ടിയവന് സീറ്റ് കിട്ടിയില്ല. அவனுக்கு கவர்மெண்ட் வேலை கிடைக்கல, അവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയില്ല. ஆனா இவனுக்கு கவர்மெண்ட் வேலை கிடைச்சு. പക്ഷെ പഠിക്കുവാൻ കഴിവില്ല എന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞ കർത്താവിനെ മുറുകെ പിടിച്ചവന് ഗവൺമെന്റ് ജോലി കിട്ടി. இது எப்படி? ഇതെങ്ങനെ? அவனிடத்துல கேட்டாகிட்டே, உனக்கு எப்படிடா இது கிடைச்சிச்சு? അവനോട് ചോദിച്ചാൽ, എടാ നിനക്ക് ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ எனக்கு தெரியாது. അവൻ പറയും, എനിക്കറിയില്ല. ஆராதிக்கிற ஆண்டவர், ഞാൻ ആരാധിക്കുന്ന എന്റെ കർത്താവ് எனக்குள்ள இருக்கிறார். അവൻ എന്റെ ഉള്ളിലുണ്ട്. எனக்கு எல்லாவற்றிலும் ஜெயம் தருகிறார். എന്നെ സകലത്തിലും ജയത്തോടെ இயேசுவின் இரத்தத்தால் ஜெயம். യേശുവിന്റെ രക്തത്താൽ ഒരു ജയമുണ്ട്. வாக்குத்தத்தத்தை நான் சுதந்திரம். വാഗ്ദത്തത്തെ ഞാൻ മുറുകെ പിടിച്ചു. வசனத்தினால் ஜெயம். വചനത്താൽ ഒരു ജയമുണ്ട്. எனக்குள்ள ஆவியானவர் இருக்கிறாரே. എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. எல்லாவற்றிலும் ஜெயக்கொடி ஏற்றுகிறார். സകലത്തിലും ജയക്കൊടിയേറ്റി ദിവസമായി നടക്കും. உனக்குள்ள இருக்கிறவர், നിന്റെ ഉള്ളിലുള്ളവൻ இந்த ராத்திரி வேளையிலே ഈ രാത്രി സമയത്ത് விடுதலையாக்கப்பட்ட வீடாக, വിടുതൽ പ്രാപിക്കുന്ന ഒരു വീടായി, சுத்திகரிக்கப்பட்ட வீடாக, ശുദ്ധീകരണം പ്രാപിക്കുന്ന ഒരു വീടായി, ஆண்டவர் உனக்குள்ளே வாசமா இருக்கிற வீடாக, ദൈവം വസിക്കുന്ന ആലയമായി വീടായി கர்த்தருளை கொண்டு போகிறார். കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് മടക്കി അയക്കും. தைரியமாக கடந்து போ. ധൈര്യത്തോടെ കടന്നു പോകാം. சாத்தானுக்கு உன் மேல அதிகாரம் இல்ல. സാത്താന് നിന്റെ മേൽ ഇനി അധികാരമില്ല. சத்துருக்கு உன் மேல அதிகாரம் இல்ல. ശത്രുവിന് നിന്റെ മേൽ അവകാശമില്ല. மாயத்துக்கோ மந்திரத்துக்கோ உன் மேல அதிகாரம் இல்ல. ശാപത്തിന്, ബന്ധനത്തിന് നിന്റെ മേൽ അവകാശമില്ല. ஒன்றை ஜெயிக்க முடியாது. ഒന്നിനും നിന്റെ മേൽ ജയം അവകാശം പ്രാപിക്കുവാൻ കഴിയുക. ஒருத்த டிபார்ட்மெண்ட்ல வேலை பார்க்கறான், டிராயர் திறக்கறான், உள்ள எலுமிச்சம்பழம் இருக்குது. ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നയാൾ തന്റെ മേശയുടെ ഡ്രോയർ വലിച്ചപ്പോൾ ഒരു നാരങ്ങ. ஐயோ பாஸ்டர்,
പാസ്റ്റർ ഫോൺ വരുത്. അദ്ദേഹം പേടിച്ചു. അയ്യോ പാസ്റ്റർ എന്ന് പറഞ്ഞു. അയ്യോ ഇങ്ങ ഇപ്പൊ നാരങ്ങ ഇருக்கு. അയ്യോ പാസ്റ്റർ ഇവിടെ ഒരു നാരങ്ങ. யாரோ ഡിപ്പാർട്ട്മെന്റിൽ இப்படி ஒரு புள்ளி சூனியம் பண்ணி വെച്ചു. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ആരോ ഒരു മന്ത്രവാദം ചെയ്ത് ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നു. ஜெயிப்பா இத போய் சொல்லிக்கிட்டு இருக்கிறேன். வா எடுத்துட்டு வா. നാരങ്ങ വില 20 രൂപ പോ ഒരു വില. ഞാൻ ചോദിച്ചു നിനക്ക് നാണമില്ലേ? നീ എന്തിനാ ഇതൊക്കെ ഭാരപ്പെടുന്നത്? നാരങ്ങയ്ക്ക് ഇപ്പോൾ കിലോ 20 രൂപയാണ്. ഒരു നാരങ്ങ അപ്പോ ആ സമയത്ത് ഒരു നാരങ്ങയ്ക്ക് 20 சொன்னேன். ഞാൻ പറഞ്ഞു ഞാൻ കൂടെ இருக்கிற ஊழியக்காரரை அனுப்பி விட்டேன். എന്റെ കൂടെയുള്ള പറഞ്ഞു വിട്ടു. ആ നാരങ്ങ എടുത്തുകൊണ്ട് നല്ല വെയിൽ കാലം നല്ല കട്ട് பண்ணி ஜூஸ் போட்டு കുടി. നല്ല ചൂട് സമയമാണ്, നമുക്ക് പിഴിഞ്ഞ് നാരങ്ങ വെള്ളം കുടിക്കാം. ஜூஸ் போட்டு குடிச்சா இன்னைக்கு நல்லாதான் இருக்கிறேன். ഞങ്ങളെല്ലാം ജ്യൂസ് അടിച്ചു കുടിച്ചു. ഇന്നും ആരോഗ്യത്തോടെ അയ്യോ இப்படி பண்ணிட்டா. അയ്യോ ഇങ്ങനെ ചെയ്തല്ലോ. ഭൂതം இப்படி பண்ணாங்க. உன் மேல ஒன்றுக்கு அதிகாரம் இல்ல. விசுவாசிக்கிறீங்களா? ഒരു ശത്രുവിനും വ്യാപാരത്തെ തൊട അധികാരമില്ല. വ്യാപാരത്തെ തൊടുവാൻ യാതൊരു വല്ലഭീകരണം ചെയ്യ முடியாது. യാതൊരു ശക്തിക്കും നിന്റെ മേൽ അവകാശമില്ല. ശരീരത്തെ തൊടുവதற்கு യാതൊരു ശരീരത്തെ തൊടുവാൻ ദുഷ്ടന് അവകാശമില്ല. നീ അവർ ഉൻ വീട്ടിലെ അധികാരിയാ இருக்கிறார். നീ കർത്താവിന്റെ ഭവനത്തിൽ இந்த வீட்டிற்கு மேற்பட்டவரா இருக்கிறார். ഈ വീടിന്റെ അധികാരി യേശു எனக்குள்ள இருக்கிறார். യേശു എന്റെ ഉള്ളിൽ വാസം ചെയ്യുന്നു. കരങ്ങളെ തട്ടി കർത്താവിനെ വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്നെ തൊടുകയില്ല ദുഷ്ടഘോര ശത്രു, എന്നെ കാണുകയില്ല ലോകം പാവം പിശാച്, എന്നെ തൊടുകയില്ല ദുഷ്ടഘോര ശത്രു, അങ്ങേ ശിരകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങേ ശിരകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ലോകം പാവം പിശാച്, എന്നെ തൊടുകയില്ല ദുഷ്ടഘോര ശത്രു, എന്നെ കാണുകയില്ല ലോകം പാവം പിശാച്, എന്നെ തൊടുകയില്ല ദുഷ്ടഘോര ശത്രു, എന്നെ കാണുകയില്ല. അങ്ങേ ശിരകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങേ ശിരകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങേ ശിരകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ശിരകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. യേശു അവരുടെ വീട്, നീ അവന്റെ വീടാണ്, നീ അവന്റെ ഭവനമാണ്. അങ്ങേ ശിരകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ശിരകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ശിരകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ശിരകിൻ കർത്താവ് നമ്മളെ വിടുതലയാക്കുക. കർത്താവ് നിന്നെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് നിന്നെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. ധൈര്യപ്പെട്, 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 ധൈര്യപ്പെട്. അവനോട് കൂടെ ഇരിക്കണം. ഞാൻ നിന്നോട് കൂടെ ഉലകത്തിന് മുടിവ് പര്യന്തം, ലോക പര്യന്തം ഞാൻ നിന്നോട് കൂടെ. സകല നാட்கள் நான் உன்னோடு இருக்கிறேன். സകല നാட்கள் நான் உன்னோடு இருக்கிறேன். സകല കാലവും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. സകല നാட்களிലോ ലോകാവസാനത്തോട് ഞാൻ നിന്നോട് കൂടെ. ഉയർവാണാലും ശരി, നീ എവിടെ പോയാലും, താഴ്വാണാലും ശരി, ഉയർച്ചയാണെങ്കിലും താഴ്ചയാണെങ്കിലും, സിരച്ചാലയിൽ ഇരുന്നാലും ശരി, കാരാഗ്രഹത്തിലായിരുന്നാൽ, വ്യാധിയിലിരുന്നാലും, രോഗത്തിലായിരുന്നാൽ, ദാരിദ്ര്യത്തിലായിരുന്നാൽ, ദൈവമേ യേശു നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ടോ, ഞാൻ നിന്നോട് കൂടെ. സകല നാட்களிൽ കൂടെ ഇരിക്കണം. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ. ആണ്ടവരെ കരങ്ങളെ തട്ടി മഹിമപ്പെടുത്തി കർത്താവിനെ കരങ്ങളെ തട്ടി നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. സ്വോത്രം, സ്വോത്രം. Praise the Lord.